തിമത്തിയുടെ 1 തിമത്തി 2:9 തൊട്ട് 15 വരെ വായിക്കാവോ? 9 to 15. അവണ്ണം സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ അലങ്കരിക്കണം. പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ട് ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാകും വണ്ണം സൽപ്രവർത്തികളെ കൊണ്ടത്രേ അലങ്കരിക്കേണ്ടത്. സ്ത്രീ മൗനമായിരുന്ന് പൂർണ്ണ അനുസരത്തോടുകൂടെ പഠിക്കട്ടെ. മൗനമായിരിക്കാനല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. ആദാം ആദ്യം നിർമ്മിക്കപ്പെട്ടു, പിന്നെ ഹൗവ. ആദാമല്ല, സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിൽ അകപ്പെട്ടത്. എന്നാൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധത്തോടെ പാർക്കുന്നുവെങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും. ആമേൻ. സോ ഇത് ഭയങ്കര ഒരു ഹെവി ആയിട്ടുള്ള പാസേജ് ആണ് പല വ്യക്തികൾക്കും. ആദ്യമായിട്ട് വിശ്വാസത്തിൽ വരുന്ന സ്ത്രീകൾക്ക് ഇത് കാണുമ്പം ആം, അതിശയപ്പെട്ടു പോകുന്ന ഒരു വാക്യമാണ്. കുറെ പേര് പറഞ്ഞിട്ടുണ്ട് വിശ്വാസത്തിൽ വന്നു ആൻഡ് അവർ ഈ വാക്യം വായിച്ചു. അപ്പം അവരുടെ മനസ്സിൽ വന്ന ഒരു ഫീലിംഗ് എന്താ? ഭയങ്കര ഒരു അൺജസ്റ്റ് ആയിട്ട്, ഭയങ്കര ഒരു പാർഷ്യാലിറ്റി ഉള്ള പോലത്തെ ഒരു വാക്യമാണെന്ന് അവർക്ക് തോന്നുന്നു. ആദ്യം എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാത്തപ്പം എനിക്ക് അങ്ങനെ തോന്നിയ ഒരു വാക്യമാണ്. കാരണം എനിക്ക് എന്റെ ഹാബിറ്റ് എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ഔട്ട് സ്പോക്കൺ ആയിട്ടുള്ള പേഴ്സൺ ആണ്. എനിക്ക് എന്റെ ഒപ്പീനിയൻസ് പറയണമെന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഇത് വായിക്കുമ്പോ അയ്യോ ഞാൻ ചുരുണ്ടൂട്ടി ഒരു മൂലയ്ക്ക് ഇരിക്കണോ എന്ന് ഒരു ഫീലിംഗ് ആണ് വന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ഇത് ഇരുന്ന് പഠിക്കാം. സോ ഞാൻ ഗ്രീക്ക് ട്രാൻസ്ലേഷൻ എടുത്തു വെച്ച് ഓരോ ആ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിലോട്ട് പോയി പഠിച്ച ഒരു ചാപ്റ്റർ ആണ് ഫസ്റ്റും സെക്കൻഡും തേർഡും. അത് മെയിൻലി ഞാൻ ഗ്രീക്ക് ട്രാൻസ്ലേഷൻ എടുത്തു നോക്കിയിട്ടുള്ളത്. പിന്നെ അതിന്റെ ഒരു ഹിസ്റ്ററി, ആ ചർച്ച് എഫേസസ് ചർച്ചിന്റെ ഒരു ഹിസ്റ്ററിയും കൂടെ നോക്കിയെടുത്ത് പഠിച്ചൊരു ഭാഗമാണത്. അത് ഞാൻ ജസ്റ്റ് ഈ ഒരു 1 തിമത്തിയിലോട്ട് ഒതുക്കിയല്ല ഞാൻ പറയുന്നത്. ഞാൻ ഇതിന് ഒരു 3 ഭാഗമായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന എന്റെ മെസ്സേജ് ഒന്ന്, എന്താണ് പൗലോസ് ഈ സഭയ്ക്ക് വേണ്ടി പറയാൻ പോകുന്നത്, അത് എന്താ, ആ ചർച്ചിൽ എന്താ നടക്കുന്നത്, അന്ന് പൗലോസ് ഇത് എഴുതാൻ കാരണം എന്താണ്, അന്നത്തെ ചർച്ചിൽ എന്തൊക്കെയാ നടന്നുകൊണ്ടിരുന്നത്, അത് അത് കാരണം എന്താണ് പൗലോസ് ചെയ്യാൻ പറഞ്ഞ് എന്ന് പറയുന്ന എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സെക്ഷൻ. രണ്ടാമത്തെ സെക്ഷൻ എന്ന് വെച്ചാൽ മാൻ വേഴ്സസ് വുമൺ എന്ന് വെച്ചാൽ സ്ത്രീയും പുരുഷനെയും തമ്മി തമ്മി നിർത്തി, ലൈക്ക് the world wants to create a divide between man and woman. നമ്മള് ഇപ്പം ഈ ലോകത്ത് നടക്കുന്ന കാര്യം എന്തെടുത്ത് നോക്കിയാലും എപ്പോഴും നമ്മൾ പലപ്പോഴും ആൾക്കാരുടെ ഓരോ ഒപ്പീനിയൻസ് ഓരോ കാര്യത്തെ കുറിച്ച് കേൾക്കുവാണെങ്കിൽ പറയും, സ്ത്രീക്ക് പുരുഷനെ അടിച്ചമർത്തി ജീവിക്കണം, പുരുഷന്മാർക്ക് സ്ത്രീയെ ഉപദ്രവിച്ച് ജീവിക്കണം. നമ്മൾ ഈ ലോകത്ത് ഏത് ഇൻസിഡന്റ് എടുത്ത് നോക്കിയാലും ആ ഒരു പാറ്റേൺ വളരെ കോമൺ ആണ്. അതെല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണ്. ലൈക്ക് സ്ത്രീക്കും പുരുഷനും തമ്മി തമ്മി നിർത്തണം. അതും ദൈവം ഉണ്ടാക്കിയ ആ ഒരു ഹൈറാർക്കിയും ദൈവം എന്താണ് മനുഷ്യനിൽ ദൈവം എന്താണ് കാണേണ്ടതെന്ന് ഉള്ള ഒരു എക്സ്പെക്ടേഷനിൽ നിന്ന് ലോകം എങ്ങനെ അതിൽ നിന്ന് മാറി, ഹൗ ദ വേൾഡ് ഡൈവേർജ് ഫ്രം ഗോഡ്സ് എക്സ്പെക്ടേഷൻ ഫോർ മാൻ ആൻഡ് വുമൺ, സ്ത്രീയും പുരുഷനും ഒരുമിച്ച് എന്ന കോൺസെപ്റ്റ് ആണ് ദൈവത്തിന് വേണ്ടത്. പക്ഷെ ഈ ലോകത്ത് എന്താ നടക്കുന്നത്? സ്ത്രീയും പുരുഷനും തമ്മി ലൈക്ക് മാൻ വേഴ്സസ് വുമൺ, അവർ രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ ഇപ്പം ക്രിക്കറ്റ് ഒക്കെ എടുത്തു നോക്കുകയാണ്, ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ, ആൾക്കാർക്ക് എന്തൊരു എക്സൈറ്റ്മെന്റ്. അതുപോലെയാണ് ലോകത്തിന്. നമ്മൾ എന്ത് ടിവിയിലുള്ള ഡിബേറ്റ്സ് ആവട്ടെ, യൂട്യൂബിലുള്ള ഡിബേറ്റ്സ് ആവട്ടെ, ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടുന്ന ടോപ്പിക് ഏതാ? ഫെമിനിസ്റ്റ് വേഴ്സസ് മെയിൽസ് റൈറ്റ് ആക്ടിവിസ്റ്റ് എന്ന് വെച്ചാൽ പുരുഷന്റെ റൈറ്റ്സിന് ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാർ ഒരു ഫെമിനിസ്റ്റും തമ്മിലുള്ള ആർഗ്യുമെന്റിന് ഏറ്റവും കൂടുതൽ വ്യൂ ഉള്ളത്, അല്ലേ? സോ ഐ വോണ്ട് ടു ടോക്ക് അബൌട്ട് ദാറ്റ്. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ എഫീസസ് സഭയിൽ എന്താണ്
പൗലോസ് പറഞ്ഞേക്കുന്ന സ്ത്രീയുടെ റോളിനെ കുറിച്ചും ബൈബിളിൽ സ്ത്രീകളുടെ റോൾസിനെ കുറിച്ചുള്ള ഒരു പാരലൽ എടുക്കാനാണ് തേർഡ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഹോപ്പ്ഫുള്ളി എനിക്ക് ഇതൊക്കെ ചെയ്യാൻ ഒരു ടൈം കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ലെറ്റർ എഴുതാൻ മെയിൻ റീസൺ എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ടിമത്തി അതിന്റെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ 3-ാമത്തെ 4-ാമത്തെ വാക്യം വായിക്കാവോ? ആഷി വേണ്ട, അന്യ 3-ാമത്തെ മാത്രം വായിച്ചാൽ മതി. അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല, തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ ഓക്കെ, ഇനി ആ ചാപ്റ്ററിന്റെ തന്നെ 19 and 20 ഒരുമിച്ച് വായിക്കാവോ? ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. ഹ്യുമനിയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിൽ ഉള്ളവരാകുന്നു. അവർ ദൂഷണം പറയാതിരിപ്പാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. ആമേൻ. സോ അന്നത്തെ എഫെസസ് സഭയിൽ നടന്ന മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാല് അവിടെ പ്രോപ്പർ ടീച്ചിങ് തിമത്തി കൊടുക്കൊണ്ടിരുന്നപ്പോൾ there was a group of people, അവിടെ ഒരു കൂട്ടം വ്യക്തികൾ ഉണ്ടായിരുന്നു. അവിടെ രണ്ടുപേരുടെ പേര് ഇവിടെ എടുത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഹിമെനിയോസ് ആൻഡ് അലക്സാണ്ടർ. ഇവര് രണ്ടുപേരും പേരുണ്ടെങ്കിലും ബട്ട് there were other people along with them. അവരുടെ കൂട്ടത്തില് അവർ ദൈവവിരുദ്ധമായിട്ടുള്ള ഫോൾസ് ഡോക്ട്രിൻസ് എന്ന് വെച്ചാൽ എന്താ? ദൈവം പഠിപ്പിക്കുന്നത് ദൈവവിരുദ്ധമായിട്ടുള്ള ടീച്ചിങ്സ് ഈ സഭയിൽ കൊണ്ടുവന്ന് ഭിന്നത കൊണ്ടുവരുന്ന ആ ഒരു ഗ്രൂപ്പിനെ അഡ്രസ് ചെയ്ത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു സഭ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് പൗലോസ് തിമത്തിയെടുത്ത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു പാസ്റ്റോറൽ ലെറ്റർ ആണ്. ഇങ്ങനത്തെ ട്രിക്കി ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന എങ്ങനെയാന്ന്. ഇതിന്റെ കൂടെ എനിക്ക് തിമത്തി ഓർത്തിട്ട് ലൈക്ക് ഐ ഫീൽ റിയലി ബാഡ്. എനിക്ക് പുള്ളിക്കാരൻ ഓർക്കുമ്പോ എനിക്ക് അന്ന് ഇത്രയും കുറെ സിറ്റുവേഷൻ എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യണമല്ലോ ഓർക്കുമ്പോ അതൊന്ന് സമ്മതിച്ചു കൊടുക്കണം. കാരണം ഒരു സൈഡില് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ഈ രണ്ടാൾക്കാരും മെയിൻ ആയിട്ട് പേര് കൊടുത്തേക്കുന്നത് ഹിമെനിയോസ് ആൻഡ് അലക്സാണ്ടർ. ഓക്കെ, മറ്റൊരു സൈഡില് എഫെസസിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാല് അവർക്കൊരു ദേവി ഉണ്ടായിരുന്നു. ആ ദേവിയുടെ പേര് ആർടെമീസ് എന്നായിരുന്നു. ബട്ട് ചിലപ്പം ഡയാന ആയിട്ട് അറിയാൻ പറ്റും അവര്. സോ ചിലയിടത്ത് ആർടെമീസ് എന്ന് പറയും, ചിലർ ഡയാന ആയിട്ട് മെൻഷൻ ചെയ്യും. ഇത് ആർടെമീസിന്റെ ടെമ്പിൾ ഉണ്ടായിരുന്നു അവിടെ. സോ ആ ടെമ്പിളില് മെയിൻ പ്രീസ്റ്റസ് അന്നത്തെ ആ ആർടെമീസിന്റെ അമ്പലത്തില് ശുശ്രൂഷ ചെയ്തതും ഫൈനാൻസിന്റെ എല്ലാം ഹാൻഡിൽ ചെയ്തതും ടോപ്പ് പവറിലിരുന്ന വ്യക്തികൾ ആരായിരുന്നു? സ്ത്രീകളായിരുന്നു. കാരണം അവരുടെ വിശ്വാസത്തിൽ ആർടെമീസ് ഒരു കന്യകയായിട്ടുള്ള ഒരു ദേവിയായിരുന്നു. ആൻഡ് നമ്മള് പ്രോപ്പർ മിത്തോളജിക്കൽ കോണ്ടെക്സ്റ്റിൽ എടുത്ത് നോക്കിയാല് നമ്മൾ വിചാരിക്കും എന്തുകൊണ്ട് ഞാൻ ഈ വേറെ ദൈവത്തെ കുറിച്ചൊക്കെ ഈ നല്ല വാല്യുബിൾ മെസ്സേജിന് പറയുമ്പോൾ വേറെ ദൈവങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്. ബിക്കോസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഓൾ ഓഫ് ദ വേഴ്സ്. കാരണം ഞാൻ ഇനി നമ്മൾ കുറിവാക്യമായിട്ട് എടുത്ത വാക്യം ബ്രേക്ക് ഡൗൺ ചെയ്യണമെങ്കിൽ ഇത് അറിഞ്ഞിരിക്കണം. ആമേൻ. സോ ഇപ്പൊ നമുക്ക് എന്തറിയാം? അവരുടെ ഒരു കന്യകയായിട്ടുള്ള ഒരു ദേവിയായിരുന്നു ആർടെമീസ് അല്ലെങ്കിൽ ഡയാന. ഓക്കെ, ഈ ദേവി ഇവരുടെ വിശ്വാസപ്രകാരം ഈ ദേവി ജനിച്ചപ്പോൾ ട്വിൻസ് ആയിട്ടാ ജനിച്ചത്. ആദ്യം ജനിച്ച ആർടെമീസ് എന്ന സ്ത്രീ ആയിട്ടുള്ള ദേവി, രണ്ടാമത് ജനിച്ച അപ്പോലോസ് ആയിട്ടുള്ള പുരുഷനായിട്ടുള്ള ദേവൻ. സോ ആ ഒരു ഹൈറാർക്കിയിൽ തന്നെ അവർക്കൊരു ഇതുണ്ട്, ഫീമെയിൽ ഫസ്റ്റ്, സ്ത്രീ ആദ്യം. പിന്നെ അന്നത്തെ അവരുടെ വിശ്വാസത്തിൽ ഒരു സ്ത്രീക്ക് സുഖപ്രസവം ഉണ്ടാവണമെങ്കിൽ ആർടെമീസ് ദേവിക്ക് പോയി എന്തുവാ കാഴ്ച വെപ്പിക്കുക, അല്ലെ സാക്രിഫൈസസ് ചെയ്യുക, എന്തുവാ ബലി കൊടുക്കുകയല്ല, ബട്ട് ലൈക്ക് ഓഫറിങ്സ് കൊടുക്കുക. എന്നാലേ നിങ്ങൾക്ക് ഒരു സ്ത്രീക്ക് സുഖപ്രസവം ഉണ്ടാവും. അഥവാ ഒരു സ്ത്രീ പ്രസവത്തിൽ മരിച്ചാൽ അതിന് കാരണം ആർടെമീസ് ദേവിക്ക് അവര് ആവശ്യത്തിന് വർഷിപ്പ് ചെയ്തില്ല, അതാണ് കാരണമെന്നാണ് അന്നത്തെ വിശ്വാസം. പിന്നെ ഈ മെയിൻ ആയിട്ട് ഹാൻഡിൽ ചെയ്ത് ഈ പ്രീസ്റ്റസ്
അവർക്ക് അവര് വെൽത്തി ആയിരുന്നു, വെച്ചാൽ അവർക്ക് നല്ല ക്യാഷ് ഉള്ള വ്യക്തികളായിരുന്നു. അപ്പൊ അത്രയും ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തികൾ ഇപ്പോൾ വിശ്വാസത്തിലേക്ക് വന്നു. ഓക്കെ, അവർ കാരണം നടന്ന എന്തൊക്കെയാണെന്ന് അതിനെ അഡ്രസ് ചെയ്യാനാണ് സെക്കൻഡ് ചാപ്റ്ററിൽ പൗലോസ് അവിടെ കൊടുത്തേക്കുന്നത്, ആ വാക്യങ്ങൾ. ആമേൻ. കാരണം ഫസ്റ്റ് നമ്മൾ വായിക്കുമ്പം ഫോൾസ് ടീച്ചിങ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫോൾസ് ടീച്ചിങ്സിന്റെ കൂടെ എന്തുവാ കുറെ അൺറൂളി ആയിട്ടുള്ള സ്ത്രീകളെ കുറിച്ചും കൂടെ സംസാരിക്കുന്നുണ്ട് ചാപ്റ്റർ 2. അവർക്ക് വേണ്ടിയാണ് പൗലോസ് ഇവിടെ ഇത്രയും, അവർക്ക് വേണ്ടി മാത്രമാണോ? അല്ല. അതേപോലെ ഇനിയും ഫ്യൂച്ചറിൽ ആൾക്കാർ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഉള്ളതാണ് ഈ വാക്യം. ആമേൻ. സോ കമ്മിങ് ബാക്ക് ടു ദിസ്, 1 തിമോത്തി 2:9 വായിക്കാവോ? അവണ്ണം സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ അലങ്കരിക്കണം. സോ അന്ന് വിശ്വാസി വന്ന കൂട്ടത്തില് ഈ ഹൈ പ്രീസ്റ്റസ് ആയിട്ടുള്ള ഇവരും ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ അന്നത്തെ വലിയ ആ അവരുടെ അമ്പലത്തില് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഈ സ്ത്രീകളും ഉണ്ടായിരുന്നു, സാധാരണക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ചേർച്ചിൽ അവര് മാത്രം ഭയങ്കര ആഡംബരമായിട്ടാണ് വന്നത്. എന്നുവെച്ചാൽ സ്വർണം, പൊന്ന്, മുത്ത്, ഇതിനകത്ത് കൊടുത്തേക്കുന്ന എന്തൊക്കെയാണ് ഡിസ്ക്രിപ്ഷൻ അതൊക്കെ ഇട്ടുകൊണ്ട് ഭയങ്കര എന്തുവാ വെൽത്തി ആയിട്ട്, നമ്മള് അവരുടെ ദേവിയുടെ ശില തന്നെ എടുത്തു നോക്കിയാൽ കുറെ ആർട്ട് വർക്കും അതും ഇതും ഒക്കെ ഉള്ള ഒരു സ്റ്റാച്ചു ആണ്. സോ യു ക്യാൻ ഇമാജിൻ അന്ന് അവർ എത്ര ആഡംബരപരമായിട്ടാണ് ഡ്രസ് ചെയ്തത്. ആമേൻ. അപ്പം അത് ആ ഒരു ഫസ്റ്റ് ആ പ്രോബ്ലം ആണ്. സി വെൻ സംതിങ് ബിക്കംസ് ടു മച്ച്, ഇറ്റ്സ് നെവർ അബൌട്ട് ഗ്ലോറിഫൈങ് ഗോഡ്. ഒരു കാര്യം ടു മച്ച് ആവുകയാണെങ്കിൽ അതൊരിക്കലും ദൈവത്തെ ഗ്ലോറിഫൈ ചെയ്യുന്നതിനല്ല, അത് സ്വയം ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. അത് ആർക്കെങ്കിലും അംഗീകരിക്കാൻ പറ്റുമോ? അംഗീകരിക്കുന്നു? യെസ്, റൈറ്റ്. യാ. സോ അത് കാരണമാണ് അവിടുത്തെ ഫസ്റ്റ് പോയിന്റ് വന്നേക്കുന്നത്. ഇറ്റ് സ്റ്റോപ്പ് ബീയിങ് അബൌട്ട്, അവർക്കൊരു ഫാഷൻ ഷോ ആയിരുന്നു ബേസിക്കലി പള്ളി വരിക എന്നുള്ളത്. ഓക്കെ, അതാണ് 9ാമത്തെ വാക്യത്തിൽ പറയുന്നത്. പിന്നെ 10ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല, ദൈവഭക്തിയായി സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാകും വണ്ണം സൽപ്രവൃത്തികളെ കൊണ്ടത്രേ അലങ്കരിക്കേണ്ടത്. Amen. But with good deeds appropriate for women who profess to worship God. ഇവരുടെ ടെമ്പിളിൽ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഡ്രസ് ചെയ്യുന്നതൊന്നും ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. കാരണം അവരുടെ റോളിന് ഫിറ്റ് ആയിട്ടുള്ള വസ്ത്രധാരണയായിരുന്നു അത്. അർത്തമിസ് ദേവിയുടെ ഹൈ പ്രീസ്റ്റസ് എന്ന് അറിയുമ്പോൾ ആൾക്കാർ കാണുമ്പോൾ അറിയണം ആ അത്രയും ആഡംബരമായിട്ട് നിൽക്കുന്നത്. പക്ഷെ ഇവിടെ ദൈവം എന്താ പറയുന്നത്? ദൈവത്തിന് വർഷിപ്പ് പ്രൊഫസ് ചെയ്യുന്നത് എങ്ങനെ? ഗുഡ് ഡീഡ്സ്. എന്റെ മലയാളത്തിൽ എന്തോ പറയുന്നത് ആന്റി? സൽപ്രവർത്തികൾ. സൽപ്രവർത്തികൾ. യെസ്, അമേൻ. ഇനി 11th വേഴ്സ് വായിക്കാവോ? സ്ത്രീ മൗനമായിരുന്ന് പൂർണ്ണാനുസരണത്തോടുകൂടെ പഠിക്കട്ടെ. മൗനമായിരിക്കാനല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. അമേൻ. സോ ഇവിടെയാണ് ഞാൻ ഗ്രീക്ക് ട്രാൻസ്ലേഷൻ അതിന്റെ ഒരു റോള് വരുന്നത്. അവിടെ ഞാൻ അതിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു മിനിറ്റ്. യെസ്, അതിന്റെ വേർഡ് അവിടെ അതോറിറ്റി. ഇവിടെ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ അതോറിറ്റി. പക്ഷെ അതോറിറ്റിയുടെ അർത്ഥം ഇറ്റ് ക്യാൻ ഡിഫർ. പല കോണ്ടെക്സ്റ്റിലും അതോറിറ്റിക്ക് അല്ലെ അധികാരത്തിന് പല പല വ്യാഖ്യാനങ്ങളുണ്ട് അല്ലെ. പക്ഷേ ഗ്രീക്ക് ഒറിജിനൽ ഗ്രീക്കിൽ എഴുതിയപ്പം അതിന്റെ വാക്യം എന്ന് വെച്ചാൽ ഒത്തൻറ്റീൻ. എനിക്ക് പറയണ്ട എങ്ങനെയാന്ന് അറിഞ്ഞൂടാ, എനിക്ക് ഗ്രീക്ക് അറിഞ്ഞൂടാ, പക്ഷെ എനിക്ക് അറിയാവുന്ന രീതി ഞാൻ പറഞ്ഞു. സോ ഒത്തന്റീന്റെ അർത്ഥം എന്ന് വെച്ചാൽ എന്താ? ടു യൂസേർപ്പ് അതോറിറ്റി എന്ന് വെച്ചാ ഒരു ഡിക്റ്റേറ്റർ എങ്ങനെ ഒരാളുടെ മേൽ അധികാരം അടിച്ചമർത്താൻ നോക്കുന്നു, അതുപോലെ എന്തുവാ നിങ്ങൾ പറയുന്ന ഒന്നും ഞാൻ കേൾക്കത്തില്ല, ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ പറയുന്നത് മാത്രം നടക്കാവുള്ളൂ, ഞാൻ പറയുന്നതാണ് നിയമം. അങ്ങനത്തെ ഒരു അതോറിറ്റിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്.
ആമേൻ. ഇപ്പൊ നമ്മൾ ലോകപരമായിട്ടൊരു കോണ്ടെക്സ്റ്റിൽ എടുക്കുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ സാറാമാൻഡി ഒരു കമ്പനിയുടെ സിഇഒ ആണ്. ഓക്കെ, ഒരു ബിഗ് കമ്പനിയുടെ സിഇഒ ആണ്. സാറാമാൻഡിയുടെ അടിയിൽ ഒരു പുരുഷൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ കോണ്ടെക്സ്റ്റിൽ എടുത്ത് ഒരാൾക്ക് വേണേ പറയാം എന്താ, സ്ത്രീക്ക് പുരുഷന്റെ മേൽ അധികാരം വരാൻ പാടില്ല, അധികാരം ഉണ്ടാൻ പാടില്ല. ബട്ട് ദാറ്റ്സ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് അതോറിറ്റി. ഒരു ബോസിന്റെ അടി വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആയിട്ടുള്ള ഒരു അതോറിറ്റിയാണ്. പക്ഷെ പൗലോസ് ഇവിടെ പറഞ്ഞേക്കുന്ന, അല്ലെങ്കിൽ ഇപ്പം സ്കൂളിൽ ഒരു ടീച്ചർ അല്ലെ ഒരു ലെക്ചറർ അല്ലെ ഒരു പ്രൊഫസർ ഒരു മെയിലായിട്ട് അല്ലെ പുരുഷനായിട്ടുള്ള ഒരു സ്റ്റുഡന്റിനെ പഠിപ്പിക്കുകയാണെങ്കിൽ അതിനർത്ഥം ഷീ ഹാസ് ദാറ്റ് അതോറിറ്റി ഓഫ് ദ സ്റ്റുഡന്റ് ആസ് എ ടീച്ചർ ഓർ എ പ്രൊഫസർ ഓർ എ ലെക്ചറർ. എം. സോ അങ്ങനത്തെ ഒക്കെ കോണ്ടെക്സ്റ്റിൽ എടുക്കുവാണെങ്കിൽ അല്ല പൗലോസ് പറഞ്ഞ അതോറിറ്റി എന്ന് വാക്ക് യൂസ് ചെയ്തേക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ പൗലോസ് യൂസ് ചെയ്ത അതോറിറ്റി എന്നുള്ള വാക്ക് യൂസ് ചെയ്തേക്കുന്ന ഏത് രീതിയിലാണ്? ടു യൂസേർപ്പ് അതോറിറ്റി. അതായത് നിങ്ങൾ പറയുന്നതൊന്നും ശരിയല്ല, ഞാൻ പറയുന്നതെല്ലാം ശരിയാണ്, ഞാൻ പറയുന്നത് ചെയ്യണം, ഞാൻ പറയുന്നതാണ് നിയമം, ഞാൻ പറയുന്നത് ഇവിടെ നടക്കാവൂ. ദാറ്റ് ഇസ് വാട്ട് പോൾ മെന്റ് ഓവർ ദർ. കാരണം ഈ സ്ത്രീകള് അർത്തമിസ് ടെമ്പിളിൽ അവർക്ക് അത്രയും പവർ ആയിരുന്നു അന്നത്തെ സൊസൈറ്റിയിൽ. സോ അവര് പുതിയ വിശ്വാസികളെ ചർച്ചിൽ വന്നിട്ട് ഈ അധികാരം ഇവിടെ എടുക്കാൻ നോക്കുക. പക്ഷെ ജീസസ് നമുക്ക് പഠിപ്പിക്കുന്ന എന്തുവാ? ജീസസ് ടോക്സ് അബൌട്ട് ഡിസൈപ്പിൾഷിപ്പ്. ഈ ജീസസ് ടീച്ചേഴ്സ് അബൌട്ട് ഡിസൈപ്പിൾഷിപ്പ്. നമുക്ക് ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ചാണ് പഠിപ്പിച്ചേക്കുന്നത്. ദൈവത്തിന്റെ മുമ്പിൽ താഴ്മയോടെ ഇരുന്ന് വിശ്വാസ ജീവിതം നയിക്കുക എന്നാണ് ദൈവം നമ്മളെ പഠിപ്പിച്ചേക്കുന്നത്. സോ അവരുടെ കോൺസെപ്റ്റ് എന്തുവാ? ബാക്കി എല്ലാവരുടെ മേലും അധികാരമുണ്ട്, അവരാണ് മെയിൻ, അവര് കഴിഞ്ഞിട്ടേ വേറെ ആൾക്കാരുള്ളൂ. ആ ഒരു കോൺസെപ്റ്റ് ഇങ്ങോട്ട് വന്നപ്പോ അവർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാടായി. സോ അത് കാരണമാണ് അവിടെ പറഞ്ഞേക്കുന്നത്. പിന്നെ 11th വേഴ്സിൽ പറയുന്ന വുമൻ ഷുഡ് ലേൺ ഇൻ ക്വയറ്റ്നെസ് ആൻഡ് ഫുൾ സബ്മിഷൻ. അത് മലയാളത്തിൽ ഒന്നുകൂടെ വായിക്കാൻ വേണ്ടി. സ്ത്രീ മൗനമായിരുന്ന് പൂർണ്ണ അനുസരത്തോടുകൂടെ പഠിക്കണം. ഓക്കെ, അത്ര മതി. സ്ത്രീ മൗനമായിരുന്ന് പൂർണ്ണ അനുസരണത്തോടെ പഠിക്കണം. ഇത് ആരെ കുറിച്ചാ പൗലോസ് പറഞ്ഞേക്കുന്നത്? അഗൈൻ ഇതേ സെയിം മൈൻഡ് സെറ്റ് ഉള്ള സ്ത്രീകളെ കുറിച്ച് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അതിനർത്ഥം ഇത് സ്ത്രീകൾക്ക് മാത്രം ആപ്ലിക്കബിൾ ആകണമെന്നുണ്ടോ? ഇല്ല. ഒരു പുരുഷനായാലും ഇങ്ങനെ അതോറിറ്റി, ഇങ്ങനെ ഒരു ദൈവവിരുദ്ധമായിട്ടുള്ള ഒരു അതോറിറ്റി സഭയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും പാടില്ല. കാരണം എന്താ? ഇവർക്ക് മെയിൻലി ഇവിടെ ഈ സ്ത്രീകളെ കുറിച്ച് പറയാൻ കാരണം എന്താ? ഇവർക്ക് വചനത്തെ കുറിച്ച് അറിഞ്ഞൂടാ, യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞൂടാ, ബിബ്ലിക്കലായിട്ട് ഒന്നും അറിഞ്ഞൂടാ. ഇവർക്ക് അറിയാവുന്ന എന്തുവാ? ഇവരുടെ വിശ്വാസമുള്ള അനാചാരങ്ങളും അവരുടെ പ്രാക്ടീസസും മാത്രമാണ്. ഇവർക്ക് ദൈവത്തെ കുറിച്ച് യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞൂടാ. നമ്മൾ 3rd ചാപ്റ്ററിലോട്ട് വരുവാണെങ്കിൽ 1 തിമോത്തി 3:6 വായിക്കാവോ ആന്റി? ജസ്റ്റ് ഫസ്റ്റ് ബിഗിനിങ്. നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ പുതിയ ശിഷ്യനും അരുത്. ഓക്കെ, ഇത് ആരെ കുറിച്ച് സംസാരിക്കുന്ന ഇവിടെ? ഓവർസിയേഴ്സ് ആൻഡ് ഡീക്കൺസ് എന്ന് വെച്ചാ അതിന്റെ മലയാളത്തിൽ എന്താ പറയുന്നത്? ഡീക്കൺ അല്ല, 3:2 വാക്യം ഒന്ന് പറയാൻ വേണ്ടി. ഓക്കെ. എന്നാൽ അധ്യക്ഷൻ അപവാദ്യനായി ഏകഭാര്യയുടെ ഭർത്താവും നിർമ്മതനും ജിതേന്ദ്രനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനുമായിരിക്കും. അത്ര മതി. സോ അധ്യക്ഷൻ, ഓവർസിയർ. ഇനി അടുത്ത ഭാഗം പറയുന്നത് ഡീക്കണിനെ കുറിച്ച്, അത് 8ാമത്തെ ഭാഗ്യത്തില്. പക്ഷെ ഇവിടെയും പറയുന്നുണ്ട് റീസെന്റ് പുതിയതായിട്ട് വിശ്വാസി വന്ന വ്യക്തി അധ്യക്ഷനാവില്ല. ബിക്കോസ് ദേ ആർ നോട്ട് എക്സ്പീരിയൻസ്. അവർക്ക് വചനത്തിൽ എക്സ്പീരിയൻസ് ഇല്ല. അവർക്ക് ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇപ്പോഴും സ്റ്റിൽ ന്യൂ ആണ്. അവർ പുതിയ കാര്യങ്ങൾ പഠിച്ചോട്ട് വരികയാണ്. ആമേൻ. സെയിം റീസൺ, ആ സെയിം ലോജിക്, ആ സെയിം റീസൺ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ട് ഈ സ്ത്രീകളുടെ അടുത്ത്, ഈ ഒരു കാറ്റഗറി സ്ത്രീകളുടെ അടുത്ത് പൗലോസ് പറഞ്ഞു, തിമത്തി ഇവരുടെ അടുത്ത് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത് എന്തുകൊണ്ട് ഇവരുടെ അടുത്ത് മൗനമായി ഫുൾ സബ്മിഷൻ, ഇൻ ക്വയറ്റ്നെസ് ആൻഡ് ഇൻ ഫുൾ സബ്മിഷൻ പഠിക്കണമെന്ന് പറയാൻ കാരണം എന്താ? കാരണം ഇവർക്ക് അറിഞ്ഞൂടാ. ഇവര് ഈ പൊസിഷനിലോട്ട് കയറാൻ അവരുടെ ആ ഒരു മൈൻഡ് സെറ്റ്, ദൈവവചനം അറിയാതെ ഒരാൾക്കൊരു പാസ്റ്റർ ആവാൻ പറ്റുമോ ആന്റി?
ഇല്ല. യു ഒരാൾക്ക് ഒരു എന്തുവാ ദൈവം വചനം പറഞ്ഞ് ദൈവമായിട്ട് ആ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു ബോണ്ട് ഇല്ലാതെ ദൈവവചനത്തിൽ അടിസ്ഥാനം ഇല്ലാതെ യു കനോട്ട് ടീച്ച് സംവൺ എൽസ് അബൌട്ട് ദ വേൾഡ്. ആമേൻ. അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അത് കാരണം തന്നെയാണ് അവിടെ പറഞ്ഞേക്കുന്നത് സ്ത്രീകൾ a woman should learn in quietness and full submission. ആമേൻ. പിന്നെ നമ്മള് ലാസ്റ്റ് ഭാഗത്തിലോട് വരുവാണെങ്കിൽ അത് ഞാൻ അത്ര കവർ ചെയ്യുന്നില്ല, കാരണം അത് ഇച്ചിരി കൂടെ ഡീപ്പായിട്ട് പോകേണ്ട ഒരു ഭാഗമാണ്. ആൻഡ് അത് എനിക്ക് കിട്ടിയ ഉം, ഒരു മെസ്സേജ് ആയിട്ട് അലൈൻ ചെയ്യുന്നില്ല. അത് കാരണം ഞാൻ വേറൊരു ടൈമിൽ അത് കവർ ചെയ്യാം. ലാസ്റ്റ് പറഞ്ഞേക്കുന്ന വുമൺ വിൽ ബി സേവ് ത്രൂ ചൈൽഡ് ബെയറിംഗ്. കുട്ടി പ്രസവിക്കുമ്പോൾ മാത്രമേ സ്ത്രീ രക്ഷിക്കപ്പെടൂ ഉള്ള കാരണം എന്തോ അന്നത്തെ അനാചാരം. If they continue in faith, love, and holiness with propriety. അന്നത്തെ അന്ധവിശ്വാസം എന്തായിരുന്നു? അർത്തമീസ് ദേവിയുടെ പ്രീതി ഉണ്ടായാലേ സുഖപ്രസവം ഉണ്ടാവുള്ളൂ. എന്തുവാ ഫെർട്ടിലിറ്റിന്റെ എന്ന് വെച്ചാൽ ഒരു സ്ത്രീക്ക് കുട്ടി ഉണ്ടാകുന്ന എല്ലാം കൂടെ റിലേറ്റഡ് ആയിട്ടുള്ള യുദ്ധത്തിന്റെയും ഫെർട്ടിലിറ്റിയുടെ ഒരു ദേവിയായിരുന്നു ആർത്തമീസ്. സോ അതിനെല്ലാം അഡ്രസ് ചെയ്തുകൊണ്ട് അവരുടെ വിശ്വാസത്തെ അഡ്രസ് ചെയ്ത് ആ വിശ്വാസത്തെ തകർത്തുകൊണ്ട് ദൈവത്തെ ഒന്നും കൂടി ദൈവത്തിന്റെ പർപ്പസ് സ്ത്രീക്കും പുരുഷനും വേണ്ടിയുള്ളത് എന്താണെന്നും ദൈവം പുരുഷനും സ്ത്രീക്കും കൊടുക്കുന്ന ആ പ്രൊട്ടക്ഷൻ എന്താണെന്നും എല്ലാം ഡിസ്ക്രൈബ് ചെയ്താണ് ഈ ചാപ്റ്ററിലും പിന്നെ കമ്മിങ് ചാപ്റ്റേഴ്സിലും വരുന്നത്. അതിനെക്കുറിച്ച് ഞാൻ അത്ര ഡീപ്പായിട്ട് പോകാൻ കാരണം ഞാൻ അതിനെക്കുറിച്ച് അത്ര ഫോക്കസ് ചെയ്തില്ല. സോ ഐ വോണ്ട് ബി ഏബിൾ ടു സേ. പക്ഷേ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു എന്ന് വെച്ചാൽ ആ ഒരു റീജിയണൽ കോണ്ടെക്സ്റ്റിനെ കുറിച്ച്. ആമേൻ. ആ ഒരു എഫെസസ് സഭയ്ക്ക് എന്തുകൊണ്ട് പൗലോസ് ഇത് ഇങ്ങനെ എഴുതി എന്നുള്ള ഇപ്പൊ എന്താ നമുക്ക് മനസ്സിലായി. ഹല്ലേലൂയ. Yes. നെക്സ്റ്റ് പാർട്ട് ഞാൻ രണ്ടാമത് പറഞ്ഞ കാര്യമുണ്ട്, മാൻ വേഴ്സസ് വുമൺ. സ്ത്രീയും പുരുഷനെയും തമ്മി അടികൂട്ടാൻ ലോകത്തിന്റെ പർപ്പസ്. ഓക്കെ. സോ നമ്മൾ ഫസ്റ്റ് ജോൺ 13:35 വായിക്കാവോ? യോഹന്നാന്റെ സുവിശേഷം 13:35. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. ആമേൻ. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ എന്ന് അറിയപ്പെടും. സോ ഈ വാക്യത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് ഞാൻ നെക്സ്റ്റ് വാക്യം എടുത്തിട്ട് പറയാം. ഗലേഷ്യൻസിന്റെ 3:28 കൂടെ വായിക്കാൻ വേണ്ടി. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നുമില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. ആമേൻ. സോ ഫസ്റ്റ് ഗോസ്പെൽ എന്താണ് പറഞ്ഞേക്കുന്നത്? പീപ്പിൾ വിൽ നോ ദാറ്റ് ഞാൻ ആൾക്കാർക്ക് അറിയാം നിങ്ങൾ എന്റെ ഡിസൈപ്പിൾസ് ആണ് നിങ്ങൾ പ്രകടിപ്പിക്കുന്ന സ്നേഹം കാണുമ്പം അല്ലേ? അതല്ലേ പറയുന്നത് ജോൺ 13:35. ഞാനും അത് ആ വാക്യത്തിലോട്ട് ആ, മാറാം. സോ നിങ്ങൾ ഐ ക്യാൻ എക്സ്പ്ലെയിൻ ദാറ്റ്. തമ്മിൽ സ്നേഹം. യെസ്, ആമേൻ. സോ പിന്നെ എന്തുവാ എപ്പിസ്റ്റൽസിൽ എഴുതിയേക്കുന്ന എന്താണ്? സ്ത്രീ എന്നും പുരുഷനും എന്നില്ല, കാരണം ഫോർ യു ആർ ഓൾ വൺ ഇൻ ക്രൈസ്റ്റ് ജീസസ്. ആമേൻ. ഏറ്റവും കൂടുതൽ മെയിൻലി ഇൻ ദ വെസ്റ്റ് ഞാൻ കണ്ടിട്ടുള്ളത് കുറെ ഫോൾസ് ആയിട്ടുള്ള ടീച്ചിങ്സ് ഞാൻ കണ്ടിട്ടുണ്ടായോണ്ട് അതിനെക്കുറിച്ച് ഞാനൊന്ന് കമന്റ് ചെയ്യാണ്. പിന്നെ ഞാൻ നാട്ടിലത്തെ ചില വ്യക്തികളുടെ ടീച്ചിങ്സും കൂടെ കേട്ടിട്ട് അത് ആസ്പദപരമായി, ഐ തിങ്ക് ദാറ്റ്സ് ദ വേർഡ്, അതാണോ അത് ബേസ് ചെയ്തിട്ട് ഉള്ള ഒരു ഭാഗമാണ് ഞാനിത് അത് ബേസ് ചെയ്തിട്ടാണ് ഈ രണ്ട് വാക്യം എടുത്തത്. കാരണം ദൈവത്തിന്റെ പർപ്പസ് എന്തുവാ? ദാറ്റ് നാം സ്ത്രീയും പുരുഷനെല്ലാം ദൈവത്തിന്റെ ദാറ്റ് വി ആർ ഓൾ വൺ ഇൻ ക്രൈസ്റ്റ്. ആമേൻ. ദൈവത്തിന് എന്താ വേണ്ടത്? സ്ത്രീയും പുരുഷനും യൂണിറ്റിയിലൂടെ ജീവിക്കണം എന്നുള്ളത്. ആമേൻ. ബിക്കോസ് ഹോളി സ്പിരിറ്റ് വാണ്ട്സ് യൂണിറ്റി. യൂണിറ്റി ഉള്ളിടത്തെ ദൈവപ്രവൃത്തി നടക്കൂ. യെസ് ഓർ നോ? യെസ് അല്ലേ? ആമേൻ. ആൻഡ് എന്തുകൊണ്ട് ഞാൻ
സ്നേഹത്തെ കുറിച്ച് പറയാൻ കാരണം, കാരണം ഞാൻ പറയട്ടെ, സ്ത്രീകൾക്ക് എതിരെ സ്ത്രീകളെ താഴ്ത്തി സംസാരിക്കുന്ന ഉം, വ്യക്തികളാണ് ക്രിസ്ത്യൻസ് എന്ന ഒരു ഒരു സംസാരമുണ്ട്, ഇൻ ദ വെസ്റ്റ് അറ്റ്ലീസ്റ്റ്. കാരണം അവര് ബൈബിളിൽ ഇങ്ങനെ ഓരോ വാക്യങ്ങൾ എടുത്ത് പറയും. ഈ വാക്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ച് ആൾക്കാരെ തെറ്റായിട്ട് ടീച്ച് ചെയ്ത് തെറ്റായ മൈൻഡ് സെറ്റ് ഉള്ള വ്യക്തികളുമുണ്ട്. ആമേൻ. സ്ത്രീ താഴെയാണെന്നും സ്ത്രീ അവർക്ക് താഴെയാണെന്നും സ്ത്രീകൾക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കല്ലെന്നും സ്ത്രീകൾക്കുള്ള ഗിഫ്റ്റ്സ് കൾട്ടിവേറ്റ് ചെയ്യാനുള്ള ചാൻസ് കൊടുക്കല്ലെന്നും സ്ത്രീകൾക്ക് ദൈവം നമുക്ക് ഒരു വ്യക്തിക്ക് പഠിക്കാൻ കഴിവ്, പാടാൻ കഴിവ്, വചനം പറയാനുള്ള കഴിവ്, ഡോക്ടർ ആവാനുള്ള കഴിവ്, എഞ്ചിനീയർ ആവാനുള്ള കഴിവ്, എന്തിന്റെ കഴിവ്, ആർട്ടായാലും എല്ലായാലും സ്ത്രീകൾക്ക് പലപ്പോഴും ആ സെയിം ഓപ്പർച്യൂണിറ്റി ഒരു പുരുഷന് കിട്ടില്ല. പല ഭാഗത്തും നമ്മൾ ഈ ലോകത്തിന്റെ സി ഞാൻ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു ഫാമിലി നിന്നാണ് വരുന്നത്. കാരണം എന്റെ ഇഷ്ടം, എനിക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള എന്താണോ, എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള എന്താണോ അതെല്ലാം പെർമിറ്റ് ചെയ്യുന്ന ഒരു മദറാണ് എനിക്കുള്ളത്. ആമേൻ. പക്ഷെ അതുപോലെ കാരണം എനിക്കിപ്പം ഗിറ്റാർ പ്ലേ ചെയ്യാൻ ഇഷ്ടമാണ്. എന്റെ അമ്മ അപ്പം വന്ന ശരി മോളെ എനിക്ക് വാങ്ങാൻ പറ്റുമ്പോ ഞാൻ മോക്കൊരു ഗിറ്റാർ വാങ്ങിച്ചു തരാം എന്നാണ് എന്റെ അമ്മ പറയുന്നത്. എനിക്കിപ്പം എന്തുവാ വചനം ഇനിയും കൂടുതൽ പറയാൻ വേണ്ടിയിട്ട് അല്ലെ പഠിക്കാൻ വേണ്ടിയിട്ട് എനിക്കിപ്പം ഒരു ട്രാൻസ്ലേഷൻ, ഒരു ഗ്രീക്ക് ട്രാൻസ്ലേഷൻ ഉള്ള ബൈബിൾ എന്ത് വേണമെന്ന് വെച്ചാൽ മൈ മദർ ഇസ് റെഡി ടു സപ്പോർട്ട് മീ. ആമേൻ. കാരണം അമ്മയ്ക്കറിയാം ഒരു സ്ത്രീയുടെ ഗിഫ്റ്റ് അല്ലെ ഒരു സ്ത്രീയുടെ കഴിവ് താഴ്ത്തി കളയില്ലെന്ന്. കാരണം അത് ദൈവം കൊടുത്തതാണ്. സ്ത്രീ ആണേലും പുരുഷനാണേലും കൊടുത്ത ഗിഫ്റ്റ് ഒരിക്കലും കെടുത്തി കളയരുത്. ആമേൻ. എന്തുകൊണ്ട് ഞാനിത് പറയുന്നു? കാരണം ഒത്തിരി വിശ്വാസത്തിന്ന് പോയിട്ടുള്ള ഈ റെഡിറ്റ് എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ഉണ്ട്. നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലെ തന്നെ, പക്ഷെ ആൾക്കാർക്ക് അവരുടെ ഒപ്പീനിയൻസ് ഇടുന്നത്, കുറെ ഡിസ്കഷൻസ് നടക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ്. സോ അവിടെ വിശ്വാസം വിട്ടുപോയ കുറെ സ്ത്രീകളുണ്ട്. അവര് പറയും സഭകളിൽ ഇങ്ങനെ ഓരോ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നു, സ്ത്രീകളെ അൺഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. സ്ത്രീ അത് കാരണമാണ് അവര് വിശ്വാസം വിട്ടുപോയത്, ആ ഒരു മുറിവ് കാരണമാണ്. ആമേൻ. സോ ഇവരെപ്പ പറയും, ഇപ്പം ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാൻ യേശു വിശ്വസിക്കുന്നു, അപ്പൊ അവരുടെ ചോദ്യം എന്തായിരിക്കും? നിങ്ങളൊരു സ്ത്രീയല്ലേ, ഇങ്ങനെ സ്ത്രീകളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു റിലിജനിൽ എന്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നു? ബിക്കോസ് ദേ ഡോണ്ട് നോ ദ ട്രൂത്ത്. ഈ ഒരു സത്യം പഠിപ്പിച്ചു കൊടുക്കാൻ ആൾക്കാരില്ല. കാരണം ഈ ഫസ്റ്റ് ടിമത്തി എന്തുവാ ഒരു റെവലേഷൻ ഇല്ലാത്ത, വെളിപ്പാടില്ലാത്ത പ്രീച്ചേഴ്സ് എടുത്ത് തെറ്റായി പ്രീച്ച് ചെയ്യുന്ന ഈ ഒരു ഭാഗം, ഈ ഒരു ലേഖനം തെറ്റായി പ്രീച്ച് ചെയ്ത് ആൾക്കാർക്ക് മുറിവേക്കുന്നുണ്ട്. സോ അവര് അപ്പം ക്രിസ്ത്യൻസ് അവര് നോക്കുമ്പോൾ ദർ ഇമേജസ് ബാഡ് പീപ്പിൾ ഹു ട്രീറ്റ് വിമൻ ബാഡ്, സ്ത്രീകളെ ചീത്തയായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു റിലിജൻ എന്നാണ് ഇവരെല്ലാരും പറയുന്നത്. പക്ഷെ എന്നും കൊണ്ട് എല്ലാരും അങ്ങനെ പറയണമെന്നില്ല. ഈ ഒരു വിഭാഗം ആൾക്കാര് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പം അവര് എന്തുവാ യോഹന്നാന്റെ 13:35 പറഞ്ഞ പോലെ നിങ്ങളുടെ സ്നേഹം കണ്ട് അതൊന്നും കൂടെ വായിക്കാം ആൻറ്റി. ഓക്കെ. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. തമ്മിൽ തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ, പുരുഷനും സ്ത്രീയും തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്നറിയും. ഇവിടെ പുരുഷനും സ്ത്രീയെന്ന് ഡിവൈഡ് ചെയ്യാൻ, എന്ന് വെച്ചാൽ ആ ഒരു ഡിവിഷൻ, ആ ഒരു വേർപാടുണ്ടാക്കാനാണോ ദൈവം നമ്മളെ വിളിച്ചേക്കുന്നത്? അതോ എല്ലാരും സ്ത്രീയെന്നോ പുരുഷനെന്നോ എന്നില്ല, തമ്മിൽ സ്നേഹിച്ച് നിങ്ങൾ ശിഷ്യന്മാരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ ദൈവം നമ്മളെ വിളിച്ചേക്കുന്നത്? ആമേൻ. കാരണം ഗലേഷ്യൻസിൽ എന്താണ് പറഞ്ഞേക്കുന്നത്? സ്ത്രീയെന്നോ പുരുഷനെന്നോ, വി ആർ ഓൾ വൺ ഇൻ ക്രൈസ്റ്റ് ജീസസ്. ആമേൻ. കാരണം അതിന്റെ ദ മെയിൻ റീസൺ വൈ എം ടോക്കിംഗ് അബൌട്ട് ദിസ് ഇസ്, യഹൂദന്മാർക്ക് ടോറയുണ്ട്, ടോറയുടെ കൂടെ അവർക്ക് താൽമൂദും ഉണ്ട്. താൽമൂദ് പക്ഷെ ഓറൽ ഡിസ്കഷൻ എഴുതിയ ടോറയല്ല. ടോറ റിട്ടൺ ആണ്, താൽമൂദ് ഇസ് ഓറൽ. ആമേൻ. അതിനകത്ത് പറഞ്ഞേക്കുന്ന ഒരു ഭാഗമാണ്. സോ യു ഹാവ് ടു ഇമാജിൻ അവർ സ്ത്രീകളെ എങ്ങനെ വ്യൂ ചെയ്യുന്നു എന്നുള്ളത്. അതിനകത്ത് പറഞ്ഞേക്കുന്നത് എന്തോ, ഇറ്റ് ഇസ് ഫൂളിഷ് ടു ടീച്ച് യുവർ ഡോട്ടർ, എന്നുവെച്ചാൽ ഒരു വിഡ്ഢി ചെയ്യുന്നതാണ് നിങ്ങളുടെ മകളെ പഠിപ്പിക്കുക എന്നുള്ളത്. ആ ഒരു മൈൻഡ് സെറ്റുള്ള എന്തോരം വ്യക്തികൾ കാണും.
ആമേൻ. അതിനെതിരെ സംസാരിച്ച വ്യക്തികളും ഉണ്ട്. ബട്ട് യു ഹാവ് ടു ഇമാജിൻ, അങ്ങനെ യഹൂദന്മാര് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഇമാജിൻ, യഹൂദന്മാര് പോട്ടെ, വിശ്വാസികളായിട്ടുള്ള എന്തോരം ആൾക്കാർക്ക് ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവും, വിശ്വാസികളല്ലാത്ത ആൾക്കാർക്ക് എന്തൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവും അങ്ങനെ. ആമേൻ. ഇതെല്ലാം നമുക്കൊരു പെർസ്പെക്റ്റീവ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ നമ്മുടെ കുടുംബം, എന്റെ കുടുംബം, എനിക്കെല്ലാം ഓക്കെയാണ്, ഞാനെല്ലാം ഹാപ്പിയാണ്, എന്റെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ട്, അത് കാരണം ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റണം നമ്മൾ. കാരണം നമ്മൾ ഈ ലോകത്ത് എന്തെടുത്ത് നോക്കിയാലും, ഹല്ലേലൂയ, there is injustice in this world. ഈ ലോകത്ത് അനീതിയുണ്ട്. ആമേൻ. ഈ ലോകത്ത് തെറ്റായിട്ട് നടക്കുന്ന കാര്യങ്ങളുണ്ട്. നമ്മളെ ദൈവം വിളിച്ചത് എന്റെ കുടുംബം, എന്റെ മക്കൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാനാണോ? നോ. ദൈവം നമ്മളെ വിളിച്ച അങ്ങനത്തെ ഒരു ശുശ്രൂഷ ചെയ്യാനാണോ? അല്ല. ആമേൻ. നീതി കിട്ടാത്ത വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരെ സഹായിക്കാൻ വേണ്ടിയും കൂടെയാണ് നമ്മളെ ദൈവം വിളിച്ചേക്കുന്നത്. ആമേൻ. അത് കാരണം തന്നെയാണ് നമ്മള് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എടുത്തു നോക്കിയാല് God chose women. God prioritized women. അപ്പോസ്തലന്മാരുടെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്നത് ആരാ? മേരി മാഗ്ദലിൻ. കാരണം എന്താ? യേശു ക്രിസ്തുവിന്റെ റിസറക്ഷനെ കുറിച്ച് അറിഞ്ഞ് ഡിസൈപ്പിൾസിനോട് പോയി പറഞ്ഞത് ആരാ? മേരി മാഗ്ദലിൻ അല്ലേ? ദാറ്റ് ഇസ് ദ ടൈറ്റിൽ ഷീ ഹാസ്. അപ്പോസ്റ്റൽസ് ഓഫ് ദ അപ്പോസ്റ്റൽ. ആമേൻ. പിന്നെ ആ ഭാഗത്തേക്ക് നമ്മൾ കടക്കുവാണെങ്കിൽ അത് ഞാൻ ഇപ്പം പോകാൻ പോവാണ്. ബട്ട് ഐ ജസ്റ്റ് വോണ്ട് ടു അഡ്രസ് ഇറ്റ്. ദ മാൻ വേഴ്സസ് വുമൻ ഡിസ്പാരിറ്റി. ജീസസ് ഡിഡ് നോട്ട് കോൾ us ടു ക്രിയേറ്റ് എ ഡിസ്പാരിറ്റി ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൻ. സ്ത്രീയും പുരുഷനെയും വേർപെടുത്തി അവരുടെ ഡിസ്റ്റൻസ് അകറ്റാൻ വേണ്ടിയിട്ടല്ല ദൈവം നമ്മളെ വിളിച്ചേക്കുന്നത്. അവരെ യൂണിഫൈ ചെയ്ത് ക്രിസ്തുവിൽ ഒന്നാക്കി ദൈവത്തിന്റെ ആ ട്രൂ ഹൈറാർക്കിയുടെ പർപ്പസ് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ആമേൻ. ഹല്ലേലൂയ. സോ അത് ഞാൻ പറഞ്ഞു. ഇനി നെക്സ്റ്റ് പാർട്ട് എന്ന് വെച്ചാൽ സ്പിരിച്വലി വിമന്റെ റോൾ എന്താണ്, അത് ഞാൻ കമ്പയർ ചെയ്യാൻ പോകുന്നത് ഈ ഫസ്റ്റ് ടിമത്തിയിൽ സ്ത്രീകളെ ഡിസ്ക്രൈബ് ചെയ്യുന്നതും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും സ്ത്രീകളുടെ റോൾ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നതിനെ കുറിച്ചാണ് നോക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. സോ 2 കൊരിന്ത്യൻസിന്റെ 5:18 എടുക്കാവോ? അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ആമേൻ. നിരപ്പിന്റെ ശുശ്രൂഷ, ഗോഡ്സ് വർക്ക് ഓഫ് റീകൺസിലേഷൻ. ആമേൻ. ഈ ലോകം പിശാച് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്ന സിസ്റ്റം എന്താ? സ്ത്രീയെയും പുരുഷനെയും തമ്മിൽ വേർപെടുത്തി അകറ്റി അവരുടെ ആ ഒരു മൈൻഡിൽ ഒരു മുറിവുണ്ടാക്കുക. കാരണം ഇത് ഞാൻ കാഷ്വൽ ആയിട്ട് ഒത്തിരി കേട്ടിട്ടുള്ളതാണ്. ബട്ട് ഈ ആദത്തിന്റെ ഹൗവയുടെയും ഭാഗം എടുത്ത് ശുശ്രൂഷിക്കുമ്പോൾ ജനസസിൽ ആൾക്കാർ പറയുമ്പോൾ ചില ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഓഹോ, ആ ഹൗവ ആപ്പിള് കഴിക്കാതിരുന്നെങ്കിൽ, ആ ഫലം അങ്ങ് കഴിക്കാതിരുന്നെങ്കിൽ ഇതൊക്കെ നടക്കുവോ? കുറ്റം ആർക്കാ? ഹു ആർ ദേ ബ്ലെയിമിങ്? ആരെ ബ്ലെയിം ചെയ്യുന്നത്? ഈവന്, ഹൗവന്. ആമേൻ. പക്ഷെ ഹൗവയുടെ മേൽ അധികാരമുള്ള ആർക്കായിരുന്നു? ആദം. ആഡത്തിന്. ആമേൻ. ബട്ട് ഐ എം നോട്ട് ഗോയിങ് ഇൻ ടു ദാറ്റ്, ബട്ട് ഐ എം സേയിങ്. സോ എന്തായാലും ഇറ്റ്സ് എവിഡന്റ്. ആ ബൈബിളിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുന്ന ചില ശുശ്രൂഷകളിൽ നിന്ന് നമുക്ക് എവിഡന്റ് ആണ് കുറ്റപ്പെടുത്തുന്ന ഒരു ശുശ്രൂഷ. ആമേൻ. വേർപെടുത്തുന്ന ഒരു ശുശ്രൂഷ അതായിരിക്കല് ഇനി ഉണ്ടാവേണ്ടത്. പുരുഷനും സ്ത്രീയും തമ്മിൽ സ്ട്രെങ്തൻ ചെയ്യണം, എംപവർ ചെയ്യണം. ആമേൻ. തമ്മിൽ സപ്പോർട്ട് ചെയ്യണം. ആ ശുശ്രൂഷയിൽ വെളിപ്പെടുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ശുശ്രൂഷ ആയിരിക്കും. ആമേൻ. ഹല്ലേലൂയ. കംഫർട്ടിങ് ഈച്ച് അതർ, സ്ട്രെങ്തനിങ് ഈച്ച് അതർ, എംപവറിങ് ഈച്ച് അതർ. ആമേൻ. നമ്മൾ റോമൻസ് 2:11 എടുത്ത് നോക്കുവാണെങ്കിൽ ഗോഡ് ഡസ് നോട്ട് ഷോ ഫേവറിറ്റിസം. ആമേൻ. ഹല്ലേലൂയ.
ദൈവം ഫേവറിറ്റിസം കാണിക്കുന്ന ഒരു ദൈവമല്ല. കാരണം ഫോർ മെനി ടൈംസ്, മെനി ഇയേഴ്സ് പുരുഷന്മാര് ഫെയിൽ ആയിട്ട് എടുത്തുള്ളതാണ്. നമ്മൾ ജഡ്ജസ് 4 എടുത്ത് നോക്കിയാൽ ദെബോറേനെ ദൈവം യൂസ് ചെയ്തത്. ആമേൻ. ആ ദെബോറനെ നമുക്ക് ഈ ഫസ്റ്റ് ടിമത്തിയിലുള്ള സ്ത്രീകളുമായിട്ട് കമ്പയർ ചെയ്യാം. അപ്പോ ഇവിടെ പറഞ്ഞേക്കുന്ന എന്താണ്? 1 തിമത്തി 2:12 പറഞ്ഞേക്കുന്നത്, ഐ ഡു നോട്ട് പെർമിറ്റ് എ വുമൺ ടു ടീച്ച് ഓർ ടു ഹാവ് അതോറിറ്റി ഓവർ എ മാൻ. പുരുഷന്റെ മേലെ അധികാരം ഉണ്ടാവാൻ സ്ത്രീകളെ ഞാൻ സമ്മതിക്കുന്നില്ല, അനുവദിക്കുന്നില്ല. ഓക്കെ. പഴയ നിയമത്തിൽ എടുത്തു നോക്കിയാൽ ദെബോറ ആരായിരുന്നു? ഷി വാസ് എ ജഡ്ജ് ആൻഡ് എ പ്രോഫറ്റസ്. ആമേൻ. ഷീ വെന്റ് ടു വാർ. 40 years ഓഫ് പീസ്. 40 വർഷത്തിന്റെ പീസ്, അല്ലെ? സമാധാനം, യുദ്ധമൊന്നും ഇല്ലാത്ത ഒരു സമയം. ആമേൻ. ന്യായം നടത്തിയ ഒരു സ്ത്രീ. ഈ സ്ത്രീക്ക് പുരുഷന്റെ മേൽ അധികാരം ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ഒരു ജഡ്ജായിരുന്നു. ആമേൻ. സോ ഇവിടുത്തെ ഫസ്റ്റ് ടിമത്തിയിൽ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഇവർക്ക് ഈ ഫസ്റ്റ് ടിമത്തിയില് പറഞ്ഞേക്കുന്ന സ്ത്രീകളെ കുറിച്ച് ഉള്ള ഒരു പശ്ചാത്തലം ഞാൻ പറഞ്ഞ എന്താണ്? അവർക്ക് വചനത്തെ കുറിച്ച് എഡ്യൂക്കേഷൻ ഇല്ല, യേശു ക്രിസ്തുവിനെ കുറിച്ചൊരു അറിവില്ല. എമേൻ. ഡെബോറ, ബട്ട് ഓൺ ദി അതർ ഹാൻഡ്, നമ്മളിപ്പോ ഡെബോറ ആയിട്ട് അവർ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഡെബോറയ്ക്ക് ദൈവം കൊടുത്ത ജ്ഞാനമുണ്ടായിരുന്നു. എമേൻ. ദൈവം ദൈവം എങ്ങനെ ദൈവം ഉപയോഗിച്ചു ഡെബോറനെ അധികാരം നടത്താൻ. എമേൻ. സോ ഇവിടെ ഓൺ വൺ ഹാൻഡ് എന്തുകൊണ്ട് ഇവരുടെ അടുത്ത് പുരുഷന്മാർക്കെതിരെ അതോറിറ്റി ഇല്ല, പഠിപ്പിക്കാൻ അതോറിറ്റി ഇല്ല, മൗനമായിട്ടിരുന്ന് പഠിക്കണമെന്ന് പറഞ്ഞാൽ കാരണം ഇവർക്കൊന്നും അറിഞ്ഞൂടാ. പക്ഷേ ഓൺ ദി അതർ ഹാൻഡ് ഡെബോറയ്ക്ക് അറിയാം എന്താ കാര്യം, എന്താ നടക്കുന്നത്, എന്താ ചെയ്യേണ്ട. കാരണം ദൈവം സംസാരിക്കണം, ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്, ദൈവം ഉപയോഗിക്കുകയാണ് ഡെബോറനെ ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട്, ഒരു ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട്. ആമേൻ. ഹല്ലേലൂയ. സോ ദാറ്റ് ഇസ് വൺ വുമൺ ദാറ്റ് ഐ എം ഗോയിങ് ടു ടോക്ക് അബൌട്ട്. ഞാൻ ഇപ്പൊ സംസാരിച്ച ഫസ്റ്റ് സ്ത്രീ ദെബോറയാണ്. ഓക്കെ. രണ്ടാമത്തെ സ്ത്രീ എടുക്കുവാണെങ്കിൽ 2 Chronicles 34 ഹിൽഡ. ആമേൻ. ആരായിരുന്നു ഹുൽഡ? ഹുൽഡ ഓൾസോ വാസ് എ പ്രോഫറ്റസ്. അവിടെയും ജൂഡയ്ക്ക് വരാൻ പോകുന്ന ഡിസ്ട്രക്ഷനെ കുറിച്ച് പ്രൊഫസൈ ചെയ്തെന്ന് വെച്ചാൽ ജൂഡയ്ക്ക് വരാൻ പോകുന്ന ആ ഭാഗം ഒന്ന് വായിക്കാൻ വേണ്ടി 2 Chronicles 34. അങ്ങനെ ഹിൽക്കിയാവ് 22 തൊട്ടാണ്. ആ അങ്ങനെ ഹിൽക്കിയാവും രാജാവ് നിയോഗിച്ചവരും ഹസ്രയുടെ മകനായ തൊഖത്തിന്റെ മകനായി രാജവസ്ത്ര വിചാരകനായ ശല്ലൂമിന്റെ ഭാര്യ ഹുൽദ എന്ന പ്രവാചികയുടെ അടുക്കൽ ചെന്നു. അവൾ യെരൂശലേമിൽ ആമേൻ. 2 ഭാഗത്ത് പാർത്തിരുന്നു. അവളോട് സംഗതിയെക്കുറിച്ച് സംസാരിച്ചു. അവൾ അവരോട് ഉത്തരം പറഞ്ഞത്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളെ എന്റെ അടുക്കൽ അയച്ച പുരുഷനോട് നിങ്ങൾ പറയേണ്ടത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഈ സ്ഥലത്തിനും നിവാസികൾക്കും യഹൂദാ രാജാവിന്റെ മുമ്പാകെ വായിച്ചു കേൾപ്പിച്ച പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സകല ശാപങ്ങളുമായ അനർത്ഥം വരുത്തും. അവർ എന്നെ ആമേൻ. ഉപേക്ഷിച്ചു. സോ ഇവിടെ ഹിൽഡ പ്രൊഫസൈ ചെയ്യാണ് എന്തായിരിക്കും ജൂഡയുടെ അവസ്ഥ എന്നും. ബട്ട് ലേറ്റർ ഓൺ ഷീ ടെൽസ്, ഈ രാജാവ് എന്താ ഈ ഐഡൽസ് എല്ലാം, ഈ വിഗ്രഹങ്ങളെല്ലാം നശിപ്പിച്ചുകൊണ്ടും ദൈവത്തിന്റെ മുമ്പിൽ ലോയൽ ആയതുകൊണ്ടും ആ രാജാവിന്റെ ജീവകാലം യഹൂദ യഹൂദ കിങ്ഡത്തിന് നാശം വരുത്തില്ലെന്നും ആണ് ഈ ചാപ്റ്ററിലുള്ള ഇത്. അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ആരെയാണ്? ഒരു സ്ത്രീയാണ്. ആമേൻ. പിന്നെ എക്സോഡസില് മിറിയം പ്രോഫറ്റസ്, പിന്നെ എസ്റ്റർ, പിന്നെ പുതിയ നിയമത്തിൽ വരുവാണെങ്കിൽ പ്രോഫറ്റസ് ആന. ലൂക്കോസിന്റെ 2:36-38 വായിക്കാവോ? അശേർ ഗോത്രത്തിൽ
ഫനുവേലിന്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു. അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോടുകൂടെ 7 സംവത്സരം കഴിച്ചു. 84 സംവത്സരം വിധവയും വളരെ വയസ്സ് ചെന്നവളുമായി ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. ആ നാഴികയിൽ അവളും അടുത്തു നിന്ന് ദൈവത്തെ സ്തുതിച്ചു. യെരൂശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെക്കുറിച്ച് പ്രസ്താവിച്ചു. ആമേൻ. മെഷിഹാനെ കുറിച്ച് ആദ്യം ഇവാഞ്ചലൈസ് ചെയ്ത ആരാ? ഫസ്റ്റ് ഇവാഞ്ചലിസ്റ്റ് ആരാ? ഇപ്പൊ പ്രോഫറ്റസ് ആന. ആമേൻ. അന്നയായിരുന്നു മെഷിയനെ കുറിച്ച് ആദ്യം സംസാരിച്ചത്. കാരണം 38ന്റെ അവസാനം എന്താണ് പറയുന്നത്? ആൻഡ് സ്പോക്ക് അബൌട്ട് ദ ചൈൽഡ് ടു ഓൾ ഹു വർ ലുക്കിംഗ് ഫോർവേഡ് ടു ദ റിഡംഷൻ ഓഫ് ജെറുസലേം. ആമേൻ. ഹല്ലേലൂയ. സോ അഗൈൻ, പുതിയ നിയമത്തിൽ, പഴയ നിയമത്തിൽ ഈ വ്യക്തികളെ കുറിച്ച് ലൈക് അധികാരം, പുരുഷന്റെ മേലെ അധികാരമുള്ള സ്ത്രീകളെ കുറിച്ച് പറഞ്ഞു. ആമേൻ. സോ അഗൈൻ കമ്പയറിംഗ് ഇറ്റ് ബാക്ക് ടു ഫസ്റ്റ് ടിമത്തി, 1 ടിമത്തിയിലെ സ്ത്രീകളുമായിട്ട് വീണ്ടും കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്താണ്? ആ സ്ത്രീകൾക്ക് വചനം അറിഞ്ഞൂടാ, വചനം അറിഞ്ഞൂടാതെ പുരുഷന്റെ മേലെ അധികാരം എന്ന് വെച്ചാൽ അന്നത്തെ അവര് പുരുഷന്റെ മേൽ അധികാരം എന്ന് ഉദ്ദേശിച്ച ആരെയായിരിക്കും? ആ ചർച്ചില് അപ്പോയിന്റ് ചെയ്ത് ആ ഒരു പൊസിഷനിലാക്കി വെച്ചേക്കുന്ന അവരുടെ മേലെ അധികാരം എന്നുവെച്ചാൽ വചനം അറിയാവുന്ന ആൾക്കാരുടെ മേലെ, മേ ബി ഈവൻ ടിമത്തിയുടെ മേലെ അധികാരം എടുത്ത് കാണിക്കാൻ പോയ വ്യക്തികളായിരിക്കും. ഈ ടിമത്തി അപ്പോയിന്റ് ചെയ്ത വ്യക്തികൾക്കും ദൈവത്തെക്കുറിച്ച് അറിയാം, ദൈവവചനം അറിയാം, യേശുക്രിസ്തുവിനെ കുറിച്ച് എങ്ങനെ പ്രീച്ച് ചെയ്യണമെന്നും അറിയാം. അവരുടെ അടുത്തൊക്കെ പോയി ചിലപ്പോൾ പറയുമായിരിക്കും, മേ ബി ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ സിനാരിയോ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു കാണുമായിരിക്കും. ഞങ്ങള് ഈ അമ്പലത്തിൽ വലിയ വ്യക്തികളായിരുന്നു, അപ്പൊ ഞങ്ങൾ വന്നില്ലേ, ഞങ്ങൾക്കൊരു പൊസിഷനൊക്കെ നിങ്ങളെക്കാട്ടി ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾ ഇത് കുറെയൊക്കെ കണ്ടിട്ടുള്ളത്. അങ്ങനെ വല്ല ഗുണ്ടായുസം കാണിക്കാനോ കഴുത്തേക്കറി പിടിക്കാനോ പോയി കാണുമായിരിക്കും ഈ സ്ത്രീകള്. യു കനോട്ട് അത്രയും, കാരണം അത്രയും സ്ട്രിക്റ്റ് ആയിട്ടാണ് പോൾ അവിടെ പറയുന്നത്. ആമേൻ. ആ സ്ത്രീകളെ വചനം അറിയാവുന്നതും ഫൗണ്ടേഷണൽ ആയിട്ടുള്ള വാല്യൂസ് അറിയാവുന്ന സ്ത്രീകളെയും കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ആൾക്കാർക്ക് വേറൊരു ആർഗ്യുമെന്റ് വരുമായിരിക്കും. കാരണം അന്ന് ജൂയിഷ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, അല്ലെ യഹൂദന്മാരായിട്ടുള്ള യഹൂദന്മാരുടെ കൂട്ടത്തിൽ നിന്ന് വന്ന് വിശ്വാസികളായ സ്ത്രീകൾ എന്ന് വെച്ചാൽ ആ ഒരു ജൂയിഷ് ഫാമിലിയിൽ നിന്ന് വരുന്ന സ്ത്രീകൾ വിശ്വാസി വരുവാണെങ്കിൽ അവർക്ക് ഇങ്ങനത്തെ പൊസിഷൻസ് ഒന്നും കൊടുക്കാൻ പാടില്ലല്ലോ എന്നായിരിക്കും അന്നും പറയാൻ. കാരണം എന്താ? അങ്ങനെ പറയാനൊരു ടോക്ക് ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ പറയാൻ ആൾക്കാർക്ക് കാരണം ഉണ്ടായിരുന്നെങ്കിൽ അതിനർത്ഥം എന്ന് വെച്ചാല് അന്ന് യഹൂദ സ്ത്രീകൾക്ക് വളരെ ബേസ് ലെവൽ ആയിട്ടുള്ള എഡ്യൂക്കേഷനെ കിട്ടിയിട്ടുള്ളൂ. ആമേൻ. ജൂയിഷ് വിമന് അന്നത്തെ ആ യഹൂദ സ്ത്രീകൾക്ക് ജസ്റ്റ് അവരുടെ മെയിൻ ഹോളിഡേസിനെ കുറിച്ചും പിന്നെ വീട്ടിലെ ഓരോ അവരുടെ റിച്വൽസിനെ കുറിച്ച് ചെയ്യാനുള്ളതും, പിന്നെ ഒരു വീട് എങ്ങനെ നയിക്കണം, ഒരു വീട് എങ്ങനെ പുലർത്തിക്കൊണ്ട് പോകണം എന്നുള്ള അങ്ങനത്തെ സ്ത്രീകൾക്ക് മാത്രം വേണ്ടുള്ള എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ അന്നത്തെ പുരുഷന്മാർക്ക് പോയി ടോറ പഠിക്കാം. ആമേൻ. അതിനെക്കുറിച്ച് വീണ്ടും പഠിക്കണമെങ്കിൽ അവർക്ക് കുറെ പോയി പഠിക്കാം, അവർക്ക് അമ്പലത്തിൽ പോവാം. പക്ഷെ സ്ത്രീകൾക്ക് അത്രയും ആ ഒരു ഇതില്ലായിരുന്നു. സോ ഇപ്പൊ ഇനി ആൾക്കാർ പറയുകയാണെങ്കിൽ, ആ ഒരു കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ, നോ, അന്നത്തെ സ്ത്രീകൾക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞൂടായിരുന്നു. പക്ഷെ അറിഞ്ഞ സ്ത്രീകൾക്കും പൊസിഷൻ ഉണ്ട്. കാരണം റോമൻസിന്റെ 16 പൗലോസ് വ്യക്തമായി ലിസ്റ്റ് ചെയ്ത് പറയുന്നു. ഐ മീൻ റോമൻസിന്റെ 16 വായിക്കാൻ വേണ്ടി. നമ്മുടെ സഹോദരിയും കെങ്ക്ര സഭയിലെ ശുശ്രൂഷക്കാരത്തിയുമായ ഫേബയെ ആമേൻ. നിങ്ങൾ അവിടെ ഫീബിനെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത്? ശുശ്രൂഷക്കാരിയായിട്ടുള്ള. ആമേൻ. സോ നമ്മള് വീണ്ടും 1 തിമത്തിയിലോട്ട് തിരിച്ചു വരുവാണെങ്കിൽ ആ 3ാമത്തെ ചാപ്റ്ററിൽ നോക്കുമ്പോൾ അത് ഒരു ഡീക്കൺ, ഇംഗ്ലീഷിലൊരു ഡീക്കൺ ആണ് കൊടുത്തേക്കുന്നത്. 1 തിമത്തി 3:8 വായിക്കാൻ വേണ്ടി. അവണ്ണം ശുശ്രൂഷകന്മാർ ഘനശാലികളായിരിക്കണം. ആമേൻ. അത്ര മതി. അവിടെ ശുശ്രൂഷന്മാർ, ഇവിടെ ശുശ്രൂഷന്മാർ. ആമേൻ. റോമൻസിന്റെ 16 ശുശ്രൂഷന്മാർ
ഏഹ്, 1 തിമോത്തി 3:8 ശുശ്രൂഷന്മാർ. അതാണ് മലയാളത്തിൽ കൊടുത്തേക്കുന്നത്. ബട്ട് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്ക് ഇതിനോട് യോജിപ്പില്ല. കാരണം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ 1 തിമോത്തി 3:8 പറഞ്ഞേക്കുന്നത് ഡീക്കൺസ്. ഓക്കെ. പക്ഷെ റോമൻസിന്റെ 16:1 വരുമ്പം സെർവന്റ്. അവിടെ ഇറ്റ്സ് നോട്ട് എ പൊസിഷൻ അഗൈൻ. അവർ ഈ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ഒരു പൊസിഷൻ, ഫീബിയുടെ പൊസിഷൻ ഡീക്കൺ ആയിരുന്നു. സഭയിലത്തെ ഡീക്കൺ ആയിരുന്നു ഫീബി. എമൻ. ഈ ബാക്കി കൊടുത്തേക്കുന്നത് ഇവ ഈ ഈ പൊസിഷൻസ് കൊടുത്തേക്കുന്നതിൽ ഡീക്കൺസ് ആയിട്ടുള്ളവരും ഉണ്ടായിരുന്നു. എമൻ, ഈ സ്ത്രീകൾ. ഹല്ലേലൂയ. പക്ഷെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ സെർവന്റ്. പക്ഷെ അപ്പൊ ഞാൻ വിചാരിച്ചു, എന്താ ദൈവമേ ഇതിന് മാത്രം ഒരു വ്യത്യാസം. ഈ 16:1 ഇവിടെ ഫീബിനെ സെർവന്റ് ആയിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത്. പക്ഷെ 3 പോകുമ്പോ ഡീക്കൺ, ഒരു നമ്മൾ ഈ ബിഷപ്പ് എന്നൊക്കെ പറയത്തില്ലേ, ഒരു പൊസിഷൻ. അതെന്താ? കാരണം നമ്മൾ 1 തിമോത്തി 3 വായിക്കുമ്പം ഇവിടെ ഡീക്കന്റെ പൊസിഷൻ ഡിസ്ക്രൈബ് ചെയ്യിക്കുന്ന പുരുഷന്മാർക്ക് മാത്രമായിട്ടുള്ളതാണ് അല്ലേ? അത് വായിക്കുമ്പം കൊടുത്തിട്ടുണ്ട് എന്തുവാ, 8 വായിക്കാൻ വേണ്ടി. 1 തിമോത്തി 3:8. അവണ്ണം ശുശ്രൂഷകന്മാർ ധനശാലികളായിരിക്കണം, അമ്മാൻ. ഇരുവാക്കുകാരും മദ്യപന്മാരും ദുർലാഭമോഹികളും അരുത്. അമ്മാൻ. അവർ വായിച്ചോ. അവർ വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസ്സാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവരായിരിക്കണം. അമ്മാൻ. അവരെ 11 ആദ്യം വായിച്ചോ. അവരെ ആദ്യം പരീക്ഷിക്കണം. അനിന്യരായി കണ്ടാൽ അവർ ശുശ്രൂഷ ഏൽക്കട്ടെ. അവണ്ണം സ്ത്രീകളും ധനശാലികളായി ഏഷണി പറയാതെ നിർമ്മതമാരും എല്ലാറ്റിലും വിശ്വസ്തമാരുമായിരിക്കണം. അമ്മാൻ. സോ നമ്മൾ അവിടം വരെ വായിക്കുമ്പോ ഇൻ ദ സെയിം വേ ദർ വൈസ്. സോ ഈ ഡീക്കൺ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ക്യാരക്ടേഴ്സ് എന്തായിരിക്കണം, എന്തൊക്കെ ആയിരിക്കണം അവരുടെ ക്യാരക്ടറിൽ ഉണ്ടാവുന്നതാണ് 8-ാമത്തെ വാക്യം തൊട്ട് 10-ാമത്തെ വാക്യം വരുന്നത്. 11-ാമത്തെ വാക്യത്തിൽ വരുമ്പം അവിടെ പറയുന്നത് അവരുടെ ഭാര്യമാർ ഇങ്ങനെയുള്ളതായിരിക്കണം, ഗോസിപ്പും കുശുകുശുപ്പും പറയാത്ത വ്യക്തികളായിരിക്കണം, അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു. സോ നമ്മളിപ്പം വായിക്കുമ്പം ഡീക്കൺ ഒരു പുരുഷനാണ് എന്നാണ് നമ്മൾക്ക് വരുന്ന ഒരു ജനറൽ ഐഡിയ. പക്ഷേ പൗലോസ് 16 എഴുതിയപ്പം, ഹല്ലേലൂയ, അവിടെ ഫീബിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഗ്രീക്ക് ട്രാൻസ്ലേഷനിൽ ഡീക്കൺ ആയിട്ട് തന്നെയാണ് അല്ലെ? അപ്പൊ എന്തുകൊണ്ട് പൗലോസ് ഇവിടെ 1 തിമോത്തിയിൽ ഇങ്ങനെ ആയിരിക്കണം പുരുഷന്മാർ, ഡീക്കൺ, ലൈക് ഡീക്കൺ ആയിട്ടുള്ള പുരുഷന്മാർ, ശുശ്രൂഷരായിട്ടുള്ള പുരുഷന്മാർ എങ്ങനെയായിരിക്കണം എന്താ പറയാൻ കാരണം? നമ്മള് 1-ാമത്തെ വാക്യത്തിൽ വായിച്ചു, ദൈവവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന പുരുഷന്മാരുണ്ട്, ഫോൾസ് ഡോക്ട്രിൻസ് പറയുന്ന. അലക്സാണ്ടറും ഹിമനിയോസും പോലുള്ള അങ്ങനത്തെ ഒരു കൂട്ടം ആൾക്കാർ ഈ സഭയിലുണ്ട്. ഈ വ്യക്തികളെ പോലെ ആയിരിക്കല്, ഈ പുരുഷന്മാരെ പോലെ ആയിരിക്കല് ശുശ്രൂഷയിലുള്ള വ്യക്തികൾ, ഡീക്കൺസ് ആൻഡ് ഓവർസിയേഴ്സ്. ഇവർ രണ്ടുപേർക്കും ഇത്രയും ക്വാളിഫിക്കേഷൻസ് ആണ്. ഇവരെ പോലെ ആയിരിക്കല്, ഈ ക്വാളിഫിക്കേഷൻസ് ഉള്ളവരായിരിക്കണം ഇനി നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ആമേൻ. അല്ലാതെ കണ്ട ആൾക്കാരെ പിടിച്ച് സെലക്ട് ചെയ്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് അക്സെപ്റ്റ് ചെയ്യല്. ഹല്ലേലൂയ. അതാണ് ഇവിടുത്തെ പോയിന്റ്. മനസ്സിലായില്ലേ? സോ അഗൈൻ, കാരണം നമ്മള് ഫസ്റ്റ് കൊറിന്ത്യൻസിൽ പോയാല് പൗലോസ് ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്, എന്താ, ഞാനത് ഡീപ്പായിട്ട് പോകുന്നില്ല, ബട്ട് ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ പോവാണെങ്കിൽ ഫസ്റ്റ് കൊറിന്ത്യൻസിന്റെ ഐ തിങ്ക് ഇറ്റ്സ് 13 അല്ലേ? സ്നേഹത്തിനെ കുറിച്ചല്ലേ? അല്ല, സോറി, 14 ആണ്. 14:34 അഗൈൻ അവിടെ പറയുന്നുണ്ട്, വിമൻ ഷുഡ് റിമെയിൻ സൈലന്റ് ഇൻ ദ ചർച്ചസ്. ദേ ആർ നോട്ട് അലൗഡ് ടു സ്പീക്ക് ബട്ട് മസ്റ്റ് ബി ഇൻ സബ്മിഷൻ ആസ് ദ ലോ സെസ്. ഹല്ലേലൂയ. അവിടെയും ആൾക്കാർക്ക് ഒരു മിസ്ട്രാൻസ്ലേഷൻ ആണ് പറ്റുന്നത്. എന്ന് വെച്ചാൽ അവിടെ പൗലോസ് പറയുന്നത് ദ വിമൻ ഇൻ ദ ചർച്ചസ് ലെറ്റ് ദം ബി സൈലന്റ്. 34 ആദ്യത്തെ പറയണ ഒരു നിശബ്ദമായിട്ടിരിക്കുക. ഫോർ ഇറ്റ് ഇസ് നോട്ട് അലൗഡ് ഫോർ ദം ടു സ്പീക്ക് ബട്ട് ടു ബി ഇൻ സബ്മിഷൻ ആസ് ഓൾസോ ദ ലോ സെസ്. അതാണ് അവിടെ പറഞ്ഞേക്കുന്നത്. പക്ഷെ അടുത്ത വാക്യത്തിൽ വരുവാണെങ്കിൽ
or from you the word of God has gone out, or to you only has it come. ഇവിടെ പൗലോസ് അഡ്രസ് ചെയ്യുന്നത് ആരെക്കുറിച്ചാണ് ഇവിടെ? സ്ത്രീകളെ കുറിച്ചാണ്. പക്ഷെ ഈ ലെറ്ററിലെ ഈ ഭാഗം ശരിക്കും പുരുഷന്മാരോടാണ് സംസാരിക്കുന്നത്. കാരണം അന്നത്തെ സഭയില് വ്യക്തികളുണ്ടായിരുന്നു. ആ ചർച്ചില് അവര് പറയും സ്ത്രീകൾ കാരണം ഇതിനു മുമ്പ് പൗലോസ് ഒരു സ്ത്രീ എങ്ങനെ പ്രോഫസൈ ചെയ്യണം, എങ്ങനെ പ്രവചിക്കണമെന്ന് പറഞ്ഞിട്ട് ഒട്ടനെ ഇവിടെ മാത്രം എന്ത് ഇങ്ങനെ പറയുന്നത്? കാരണം ഇവിടെ പൗലോസ് 36-ാമത്തെ വാക്യം നമ്മൾ വായിക്കുവാണെങ്കിൽ ഒന്ന് വായിക്കാൻ വേണ്ടി. ദൈവവചനം നിങ്ങളുടെ ഇടയിൽ നിന്നോ പുറപ്പെട്ടത്, അല്ല നിങ്ങൾക്ക് മാത്രമോ വന്നത്? താൻ Amen. Hallelujah. അല്ല, വായിച്ചോ. താൻ പ്രവാചകനെന്നോ ആത്മീയനെന്നോ ഒരുത്തന് തോന്നുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് കർത്താവിന്റെ കൽപ്പനയാകുന്നു എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. ഒരുവൻ അറിയുന്നില്ലെങ്കിൽ അവൻ അറിയാതിരിക്കട്ടെ. സോ നമ്മള് ഈ വാക്യം ബ്രേക്ക് ഡൗൺ ചെയ്യാണ്. 36-ാമത്തെ വാക്യം ബ്രേക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഭാഗമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് പൗലോസ് യൂസ് ചെയ്യുന്നൊരു വാക്കുണ്ട്. ഞാൻ ഗ്രീക്ക് ട്രാൻസ്ലേഷൻ എടുക്കുവാണേ. അതിന്റെ ഒരു വാക്ക്, അതൊരു വാക്കല്ല, അത് ശരിക്കൊരു നമ്മളിങ്ങനെ പറയത്തില്ലേ എന്നിങ്ങനെ പറയുന്ന ഒരു എക്സ്പ്രഷൻ, അത് ഒരു എക്സ്ക്ലമേഷൻ ആണ്. കേട്ടിട്ട് ഇത് ശരിക്കും ഞാൻ കേൾക്കുന്ന സത്യമാണോ എന്ന് ഒരു എക്സ്പ്രഷൻ ആണോ എന്ന്. കാരണം ആ ഒരു സെന്റൻസ് പൗലോസ് പറയുന്നത് പുരുഷന്മാരോടാണ്. കാരണം അവിടെ ഒരു വാക്കുണ്ട്. ആ വാക്ക് ഇംഗ്ലീഷിൽ ഓൺലി, ഗ്രീക്കില് മോനോസ്. ആൻഡ് ദിസ് ഇസ് ഗോയിങ് ടു ആ മോനോസ് എന്ന് പറഞ്ഞേക്കുന്ന ആ വാക്ക് പുരുഷന്മാർക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ്. ഈ ഫെമിനിൻ വേർഡ്സ്, മാസ്കുലിൻ വേർഡ്സ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതുപോലെ. സോ അവിടെ അന്നത്തെ കാലത്ത് 34-ാമത്തെ വാക്യത്തിൽ വരുവാണെങ്കിൽ സഭയിൽ അവിടെ ലോ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ട്രാൻസ്ലേഷൻ എടുക്കുവാണെങ്കിൽ അന്നത്തെ 2 ടൈപ്പ് ലോ ഉണ്ടായിരുന്നു. ഒന്ന് മിഷ്ന, അതായത് ജൂയിഷ് ഓറൽ ലോ, യഹൂദന്മാര് വായ കൊണ്ട് പറയുന്നത് വെച്ചാൽ താൽമുദ് പോലെ തോര ബേസിസ് ഇല്ലാത്ത അവര് ഓറലി പറയുന്ന, വായ കൊണ്ട് പറയുന്ന നിയമം എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഒരു നിയമം എന്താ ഇപ്പൊ പറയാ, ഒരു നിയമം ഇന്ന സ്പീഡില് കൂടുതൽ ഈ റോഡിൽ പോകാൻ പാടില്ല, ലൈക് ദാറ്റ്സ് എ ലോ. അതുപോലെ അവര് പറയുന്ന ഒരു ലോ. പിന്നെ ആ ലോ 2 കാര്യത്തിൽ, ആ ഒരു ലോയും രണ്ടാമത്തെ ലോ എന്ന് പറയുന്ന റോമൻ ലോയും ആണ് അവിടെ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. അന്നത്തെ സൊസൈറ്റി സ്ത്രീകൾക്ക് അത്ര പവർ ഇല്ലായിരുന്നു. പവറിനെ കാട്ടി കൂടുതൽ സ്ത്രീകൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലായിരുന്നു. സ്ത്രീകൾക്ക് ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനോ അങ്ങനത്തെ പറയാനോ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കത്തില്ലായിരുന്നു. ഹല്ലേലൂയ. അഗൈൻ ഇതിനെക്കുറിച്ചൊക്കെ എന്താ പറയാൻ കാരണം, അന്നത്തെ സൊസൈറ്റിയുടെ ഒരു ഹൈറാർക്കിയാണ്. പുരുഷന്മാർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സ്ത്രീകളുടെ മെയിൻ ജോലി എന്താണ്? വീട്ടുകാര്യങ്ങൾ നോക്കുക, മിണ്ടാതിരുന്ന് ഒരു കാര്യത്തിൽ ഇടപെടാതിരിക്കുക. സോ അവർക്ക് ദൈവം ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ട് പോകുക. ഹല്ലേലൂയ. അത് ഇവര് ചർച്ചിലോട്ട് കൊണ്ടുവരാൻ നോക്കി. അപ്പം പൗലോസ് അതിനെതിരെ അത്ഭുതപ്പെട്ടുകൊണ്ടാണ് 36-ാമത്തെ വാക്യം പറയുന്നത്. അതിനി ഒന്നും കൂടെ ഒന്ന് വായിക്കാൻ വേണ്ടി. 36-ാമത്തെ വാക്യം ഇപ്പൊ നമുക്കറിയാം ആ ഒരു ഐഡിയ എന്താന്ന്. ഹല്ലേലൂയ. പൗലോസ് ആർക്ക് വേണ്ടിയാണ് സെന്റൻസ് പറഞ്ഞേക്കുന്നതും ഇങ്ങനെ ആ ഒരു സെയിം സിസ്റ്റം ചർച്ചിനകത്ത് കൊണ്ടുവരാനിരുന്ന പുരുഷന്മാരെ കുറിച്ചാണ് പൗലോസ് അവിടെ ആ വാക്യം, ആ ഹ്യൂമനോസ് എന്ന് പറഞ്ഞ വാക്യം, ഹ്യൂമനോസ് അല്ലല്ലോ, സോറി ഞാൻ നോക്കട്ടെ, മോനോസ് എന്നുള്ള വാക്യം എന്ന് വെച്ചാൽ മാസ്കുലിൻ ആയിട്ടുള്ള വേർഡ് ആ പുരുഷന്മാർക്ക് നേരെ ഡയറക്റ്റ് ചെയ്താണ് ഈ സെന്റൻസ് 36-ാമത്തെ വാക്യം പറയുന്നത്. ഇനി ഒന്ന് വായിക്കാൻ വേണ്ടി. ദൈവവചനം നിങ്ങളുടെ ഇടയിൽ നിന്നോ പുറപ്പെട്ടത്, അല്ല നിങ്ങൾക്ക് മാത്രമോ വന്നത്? ആമേൻ. ഇപ്പൊ ഒരു കോണ്ടെക്സ്റ്റ് വ്യക്തമായോ അതിനെ കുറിച്ച്? ഇവര് സ്വയം അവരുടെ ലോ, മിഷ്ന അല്ലെങ്കിൽ അവരുടെ റോമൻ ലോ, അവരുടെ സൊസൈറ്റിയിലെ അൺസ്പോക്കൺ റൂൾ, അതിനെ കുറിച്ചായിരുന്നു അപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് ചർച്ചിൽ കൊണ്ടുവരാൻ നോക്കിയപ്പോൾ പൗലോസ് അതിനെ റിറ്റാലിയേറ്റ് അതിനെതിരെ പറഞ്ഞുകൊണ്ടാണ് 36-ാമത്തെ വാക്യത്തിൽ പൗലോസ് അവിടെ പറയുന്നത്. ഹല്ലേലൂയ. സോ ഇനി
നെക്സ്റ്റ് ഭാഗം നമ്മൾ റോമൻസിന്റെ ചാപ്റ്റർ 16 കവർ ചെയ്തു. സോ വീണ്ടും നമ്മൾ പുതിയ നിയമത്തിൽ നോക്കിയാൽ മെഷിഹ എന്ന് വെളിപ്പെടുത്തി ആരെടുത്താണ് യേശു ക്രിസ്തു? ടു ദ സമാരിറ്റൻ വുമൺ. ഹല്ലേലൂയ. നൗ ഞാൻ ഇതൊക്കെ പറയാൻ കാരണം എന്താണ്? കാരണം ഇറ്റ്സ് ബ്രിങ്ങിങ് ബാക്ക് ദാറ്റ് ഐഡിയ ദാറ്റ് വുമൺ ഇസ് നോട്ട് വീക്ക്. സ്ത്രീ വീക്ക് അല്ലെന്നും സ്ത്രീ എന്തുവാ ശക്തിയില്ലാത്ത ഒരു വ്യക്തി അല്ലെന്നും തെളിയിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ആമേൻ. സ്ത്രീ ആർക്കും എന്താ ആർക്കും കീഴെ അല്ലെന്നും അല്ല, ദൈവത്തിന്റെ കണ്ണിൽ ഈക്വൽ ആണെന്നും പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആമേൻ. കാരണം നമ്മള് ഗലേഷ്യൻസിൽ പറയുന്നത് എന്തോ, വി ആർ ഓൾ വൺ ഇൻ ക്രൈസ്റ്റ്. സ്ത്രീയെന്നോ പുരുഷനോ ഒന്നും ഇല്ല. നമ്മള് 1 കൊരിന്ത്യന്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കാൻ വേണ്ടി, 11-ാമത്തെ ചാപ്റ്ററിന്റെ 11ഉം 12ഉം. എന്നാൽ കർത്താവിൽ പുരുഷനെ കൂടാതെ സ്ത്രീയുമില്ല, സ്ത്രീയെ കൂടാതെ പുരുഷനുമില്ല. സ്ത്രീ പുരുഷനിൽ നിന്ന് ഉണ്ടായതുപോലെ പുരുഷനും സ്ത്രീ മുഖാന്തരം ഉളവാകുന്നു. എന്നാൽ സകലത്തിനും ദൈവം കാരണഭൂതൻ. ആമേൻ. സോ പച്ച മലയാളത്തില് അല്ലെങ്കിൽ ബൈബിളിൽ തന്നെ പല ഭാഗത്തും ദൈവം സ്ത്രീയുടെയും പുരുഷന്റെയും റോളിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ മെസ്സേജിൽ പറയാൻ ഉദ്ദേശിക്കുന്ന റോൾ എന്താണ്? ദാറ്റ് വി ഷുഡ് ഓൾ ബി വൺ അണ്ടർ ക്രൈസ്റ്റ്. നമ്മൾ ക്രിസ്തുവിന്റെ അടിയിൽ നമ്മൾ ഒന്നായിരിക്കണം. ഇങ്ങനെ ഒരു ഭിന്നത വരുത്തുന്ന ആ പരിപാടി നിർത്തിയേക്കണം ആൾക്കാര്. ആ ഒരു മൈൻഡ് സെറ്റ് നമ്മളിൽ നിന്ന് പോവണം. കാരണം ദൈവം നമ്മളെ വിളിച്ചത് സ്ത്രീക്ക് ഇത്രയുണ്ട്, അവിടെ ഇരുന്നാ മതി, പുരുഷൻ ഇത്രയുണ്ട്, നീ മുന്നോട്ട് വാ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല. ദൈവം എല്ലാരെയും വിശ്വാസത്തിൽ വിളിച്ചത് ദൈവത്തിന്റെ അടിയിൽ ഒന്നായിട്ടാണ് വിളിച്ചേക്കുന്നത്. ആമേൻ. ചിലർക്ക് താലന്ത് കൂടുതലായിരിക്കും, ഓരോരുത്തർക്ക് ഓരോ താലന്ത് ആയിരിക്കും. ബട്ട് ഇൻ ദി എൻഡ് ഓഫ് ദ ഡേ ദൈവത്തിന്റെ മുൻപിൽ നമ്മളെല്ലാം ഒന്നാണ്. കാരണം നമ്മള് 1 കൊരിന്ത്യൻ ഇതെല്ലാം ടൈ ഡൗൺ ചെയ്തുകൊണ്ട് ഒറ്റൊരു വാക്യത്തിൽ ഞാൻ നിർത്താൻ പോവാണ്. 1 കൊരിന്ത്യൻ 1:27 വായിക്കാവോ? ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു. ആമേൻ. ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായി തിരഞ്ഞെടുത്തു. ആമേൻ. ഹല്ലേലൂയ. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ ദൈവം ബലമില്ലാത്തതിനെ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ഒരു സ്ത്രീ എന്ന കോൺസെപ്റ്റ്, അല്ലെ സ്ത്രീകളെ കുറിച്ച് പൊതുവെ സ്ത്രീകൾക്ക് സ്ത്രീകളുടെ നേരെ റെസ്പെക്ട് ഇല്ലാത്ത വ്യക്തികളുടെ അടുത്ത് സംസാരിക്കുകയാണെങ്കിൽ അവര് പറയും പുരുഷന്മാരെ പോലെ ശക്തിയില്ല സ്ത്രീകൾക്ക്, പുരുഷന്മാരെ പോലെ അത്ര ഇന്റലിജൻസ് ഇല്ല സ്ത്രീകൾക്ക്. ഇതൊക്കെ ഞാൻ ചുമ്മാ ഉണ്ടാക്കി പറയുന്നൊന്നുമല്ല. നമ്മൾ ഓൺലൈനിൽ ശരിക്കും ആൾക്കാർ സംസാരിക്കുന്ന കേട്ടിട്ടാണ് ഞാൻ പറയുന്നത്. അവരുടെ പ്രൊഫൈലിൽ നോക്കിയാലും അവരുടെ പ്രൊഫൈലിന്റെ ബയോയില് വചനവാക്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ആൾക്കാർക്ക് കാണുമ്പോൾ അറിയാം ക്രിസ്ത്യനാന്ന് അറിയും. പക്ഷെ ഇവരുടെ വായിന്ന് വരുന്ന വാക്കുകളാണത്. സ്ത്രീകളെ കുറിച്ച് മോശമായി സംസാരിക്കുന്ന വ്യക്തികളാണ് ഇവരൊക്കെ പറയുമ്പം അവരുടെ ഒരു മൈൻഡ് സെറ്റ് എന്താണ്? അവരുടെ നല്ല പലവരുടെ മൈൻഡ് സെറ്റ് സ്ത്രീകൾക്ക് അത്ര കഴിവില്ല, അത്ര ബുദ്ധിയില്ല. അതൊക്കെ പോട്ടെ. ഞാൻ കുറെ ബയോഗ്രഫീസ് വായിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ നമ്മൾ പോപ്പുലർ ആയിട്ട് ഈ വന്നേക്കുന്ന സയന്റിസ്റ്റുകൾ, റീസേർച്ചേഴ്സിനെ അവരുടെയൊക്കെ ലൈഫ് സ്റ്റോറി എടുത്തു നോക്കിയാല് അവര് റിസർച്ച് ചെയ്തതും അവര് സയന്റിസ്റ്റിന്റെ അവർ ഓരോ കാര്യങ്ങൾ ചെയ്ത മേഖലകളിൽ പുരുഷന്മാർ അവരെ വളരെ മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്തത്. അതൊക്കെ പോയിട്ട് കുറെ കണ്ടുപിടുത്തങ്ങള്, സ്ത്രീകൾ ഉണ്ടാക്കിയ കണ്ടുപിടുത്തങ്ങളുടെ ക്രെഡിറ്റ് ആരാ എടുക്കുന്നത്? പുരുഷന്മാരെ ക്രെഡിറ്റ് എടുക്കുന്നത്. ഞാൻ കാര്യമായിട്ട് പറയുന്നയാ. എന്തുവാ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സയന്റിസ്റ്റ് ആണ് ഹാരിയറ്റ് ചെക്ക്. പുള്ളിക്കാരിക്ക് ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയ എപ്പോഴറിയാം? ഇംഗ്ലണ്ടിലുള്ള എല്ലാ പുരുഷന്മാരും യുദ്ധത്തിന് പോയപ്പോ. അതുവരെ ലാബ് അസിസ്റ്റന്റ് ആയിട്ടിരുന്ന പുള്ളിക്കാരി ഈ ആണുങ്ങൾ എല്ലാരും യുദ്ധത്തിന് പറഞ്ഞ് ഡ്രാഫ്റ്റ് ചെയ്ത് വിട്ടപ്പോ ഈ ലാബിന്റെ ഫുൾ ഇൻചാർജ് ആയത് ആരാ? സ്ത്രീകളായിരുന്നു. അവര് വന്നതുകൂടി
ഉള്ള അസുഖത്തിന്റെ എല്ലാം മരുന്ന് കണ്ടുപിടിച്ചു സോൾവ് ചെയ്തോണ്ടിരിക്കുക. ഇത്രയും നാള് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന കാര്യങ്ങള്, ആൾക്കാർ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ എല്ലാം ഇങ്ങനെ സോൾവ് ചെയ്ത് വരിക. ഒരു സ്ത്രീയുടെ മാത്രം കഥ, ഇത് പല സ്ത്രീകളുടെയും കഥയാണ്. ഹല്ലേലൂയ. സോ ഇത് ഞാൻ വിശ്വാസ കോളത്തിൽ കൊണ്ടുവരാൻ കാരണം എന്താ? ഇങ്ങനെ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ മാറണം. എനിക്ക് അത്രേ ഉള്ളൂ. അത് വചനത്തിലൂടെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എമേൻ. സ്ത്രീകൾ വീക്കാണെന്നും സ്ത്രീകൾക്ക് കഴിവില്ലെന്നും സ്ത്രീകൾ പുരുഷന് കീഴെയാണ്, അവർക്ക് ദൈവം പുരുഷന്മാർക്ക് കൊടുത്ത പോലെ അത്രയും ശക്തിയും ബുദ്ധിയും ഒന്നും കൊടുത്തിട്ടില്ലെന്നും ഒക്കെ പറയുന്നുണ്ടെങ്കിലും ദൈവം പറഞ്ഞേക്കുന്ന എന്തുവാ? ദൈവം ബലഹീനമായ സെലക്ട് ചെയ്യും ശക്തിയുള്ള വ്യക്തികളെ നാണം കെടുത്താൻ വേണ്ടിയിട്ട്. അമേൻ. ഹല്ലേലൂയ. സോ ഞാൻ അതുകൊണ്ട് എന്റെ വചന ഭാഗം ഡിസ്കസ് ചെയ്ത് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഒരിക്കലും ഞാൻ ഈ ഇത് പറഞ്ഞത് സ്ത്രീ പുരുഷന്റെ മേലോ പുരുഷൻ സ്ത്രീയുടെ മേലോ ഒന്ന് എന്തുവാ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. സ്ത്രീയും പുരുഷനും ദൈവത്തിന്റെ മുൻപിൽ ക്രിസ്തുവിൽ ഒന്നാണെന്നും സ്ത്രീ സ്ത്രീ എന്ന കോൺസെപ്റ്റ് വീക്ക് ആണെന്ന് കൺസിഡർ ചെയ്യുന്ന വ്യക്തികൾ അറിയേണ്ടത് എന്താ? ഫസ്റ്റ് കൊറിന്ത്യൻസ് ദൈവം പറഞ്ഞ എന്താ? ഫസ്റ്റ് കൊറിന്ത്യൻസ് 1:27 പറഞ്ഞേക്കുന്നത് വീക്കായിട്ട്, നിങ്ങളൊരു സ്ത്രീയെ വീക്ക് ആണെന്ന് അറിയുകയാണെങ്കിൽ ഓർക്കണം, വീക്കായിട്ടുള്ളതിനെ സ്ട്രോങ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം വീക്കായിട്ടുള്ളതിനെ സെലക്ട് ചെയ്തേക്കുന്നത്. നമ്മൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ബിബ്ലിക്കൽ കോണ്ടെക്സ്റ്റിലും. കാരണം അന്നത്തെ സൊസൈറ്റിയില് ഒരു പുരുഷാധിപത്യ സൊസൈറ്റി ആയിരുന്നു, ഒരു പേട്രിയാർക്കൽ സൊസൈറ്റി ആയിരുന്നു അന്നും ഇപ്പോഴും ഉള്ളതും. ഹല്ലേലൂയ. പക്ഷെ അപ്പോഴും ദൈവം സെലക്ട് ചെയ്തത്, മെഷിയ എന്ന് വെളിപ്പെടുത്താൻ സെലക്ട് ചെയ്തത്, ഹല്ലേലൂയ, ഫസ്റ്റ് ഇവാഞ്ചലൈസ് ചെയ്ത പ്രോഫറ്റസ് അന്ന, പിന്നെ മേരി മഗ്ദലിൻ, സമാരിറ്റൻ വുമൺ, യേശു ക്രിസ്തുവിന്റെ ജീനിയോളജിയിലുള്ള താഴ്ന്ന ഒരു യോഗ്യതയില്ലാത്ത സ്ത്രീകൾ, അമേൻ, രാഹാബ് എന്ന വേശ്യ സ്ത്രീ, ഇവരെയൊക്കെ സെലക്ട് ചെയ്യാൻ കാരണം എന്താ? വീക്ക് ആയിട്ടുള്ളത് ദൈവം സ്ട്രോങ് ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്. ഹല്ലേലൂയ. അമേൻ. യു ക്യാൻ ഇമാജിൻ, വചനത്തെ കുറിച്ച് അറിയാവുന്ന കുറെ വ്യക്തികൾ ഉണ്ടായിരുന്നു കാണുമായിരിക്കും ദെബോറയുടെ സമയത്ത്. എന്നിട്ടും അവര് ദൈവത്തിന്റെ മുൻപിൽ ചീത്ത കാര്യങ്ങൾ ചെയ്തു. ഹല്ലേലൂയ. ദൈവത്തിന്റെ മുമ്പിൽ അവർ തെറ്റ് ചെയ്തു. പക്ഷെ ദൈവം ഇവരെ എല്ലാം തെളിയിക്കാൻ വേണ്ടിയിട്ട് വീക്കായിട്ടെന്ന് കാണപ്പെടുന്ന സ്ത്രീയെ സെലക്ട് ചെയ്തു, ജഡ്ജായിട്ട് യുദ്ധത്തിന് പോയി ജയിച്ചു, 40 വർഷം പീസ്. ഹല്ലേലൂയ. സോ ദിസ് ഇസ് വാട്ട് ഐ ഹാവ് ടു സേ. ഒരിക്കലും സ്ത്രീകൾ വീക്ക് ആണെന്ന് കരുതരുത്. നിങ്ങളുടെ ടാലന്റ് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്ത്രീ ആയതുകൊണ്ട് ഒതുക്കി ഇരിക്കല്ലേ. ഓ, ഞാൻ സ്ത്രീ അല്ലേ, എനിക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുമോ? ഇല്ല, നോ. അങ്ങനെ ഇരിക്കാൻ പാടില്ല. ഹല്ലേലൂയ. യു ഷുഡ് നോ ദാറ്റ് യു സ്ട്രോങ്. നിങ്ങൾ സ്ത്രീകൾ ശക്തിയുള്ളവരാണെന്ന് വചനഭാഗത്തിൽ തന്നെ ദൈവം പറയുന്നു. നിങ്ങൾ വീക്ക് ആണെന്ന് വിചാരിക്കുകയാണെങ്കിൽ റിമെമ്പർ, ഗോഡ് ചോസ് ദ വീക്ക് തിങ്സ് ടു ബി ഓഫ് ദ വേൾഡ് ടു ഷെയിം ദ സ്ട്രോങ്. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന് മുൻപിൽ ഈക്വൽ ആണെന്ന് തോന്നുന്നില്ലെങ്കിൽ വചനഭാഗം പറയുന്നു, സ്ത്രീയെന്നോ പുരുഷനോ എന്നില്ല, ദൈവത്തിന്റെ ക്രിസ്തുവിൽ നമ്മൾ എല്ലാവരും ഒന്നാണെന്ന് തെളിയിക്കുന്നു. റോമൻസിന്റെ 2:11 പറയുന്നുണ്ട്, ഗോഡ് ഡസ് നോട്ട് ഷോ ഫേവറിറ്റിസം. പുരുഷനെന്നോ സ്ത്രീയെന്നോ ഇല്ല. എമേൻ. ഹല്ലേലൂയ. ഇപ്പം ഒരു പുരുഷനും സ്ത്രീയും ഹൈപ്പോത്തറ്റിക്കലി ഒരു സിറ്റുവേഷൻ ഇപ്പൊ ഉണ്ടെങ്കിൽ അതിനകത്ത് പുരുഷനും താലന്തുണ്ട്, സ്ത്രീക്കും താലന്തുണ്ട്. എമേൻ. അതിൽ വിശ്വസ്തയോടെ നിൽക്കുന്ന ആരാണോ അവരെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ദൈവം ഉപയോഗിക്കുന്നത്. അവിടെ പുരുഷനെന്നോ സ്ത്രീയെന്നോ വേർപാടില്ല. ഹല്ലേലൂയ. സോ ഇതാണ് എന്റെ മെസ്സേജ്. ഞാൻ ഐ ഹോപ്പ് ദിസ് ഹെൽപ്പ് റിസോൾവ് എ ലോട്ട് ഓഫ് ഡൗട്ട്സ്. ആൻഡ് ഞാൻ എന്റെ വിശ്വാസം ദൈവം എനിക്ക് കറക്റ്റ് ആയിട്ടുള്ളതാണ് എല്ലാം കാണിച്ചു തന്നതെന്ന്. ഞാൻ അഥവാ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയുക. ഞാൻ എപ്പോഴും ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് യെസ്, ദിസ് ഇസ് വാട്ട് ഗോഡ് ടോൾഡ് മീ. നമ്മൾ ഒരിക്കലും വചനഭാഗം കോണ്ടെക്സ്റ്റ് എടുത്ത് തെറ്റായിട്ട് ശുശ്രൂഷിക്കല്ലേ. അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ആ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് അറിയണം. അത് കാരണം തന്നെയാണ് ഞാൻ 1 തിമോത്തിയിലെ സ്ത്രീകളെയും പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും സ്ത്രീകളെയും യൂസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തതും, പിന്നെ യേശുക്രിസ്തുവിന്റെ റിസറക്ഷന് ശേഷം വന്ന ഡീക്കൺസ്, ഓവർസിയേഴ്സ് ആയിട്ടുള്ള സ്ത്രീകളെയും പൗലോസിന് വ്യക്തിപരമായിട്ട് അറിയാവുന്ന സ്ത്രീകളെയും
ആ സെയിം പൗലോസ് ഇങ്ങനെ തന്നെ സ്ത്രീകളെ കുറിച്ച് എന്താ സംസാരിക്കുന്നതിന്റെ കാരണം എന്ന് നമുക്കറിയണം. ഹല്ലേലൂയ. You should know your position. You should know the godly authority God gave you. ദൈവം നമുക്ക് തന്ന അധികാരം, നമുക്ക് തന്ന താലന്ത്, നമുക്ക് ദൈവം തന്ന കഴിവുകൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. അതിന് ഏത് റൈറ്റ് കോണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്യണമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ ഈ വാക്യം ഇവിടെ ഡിസ്ക്രൈബ് ചെയ്ത് ബ്രേക്ക് ഡൗൺ ചെയ്ത് സംസാരിച്ചത് 3 രീതിയിൽ. ഒന്നാമത്തെ രീതി എന്ന് വെച്ചാൽ എഫെസസ് സഭയുടെ കോണ്ടെക്സ്റ്റില്, രണ്ടാമത്തെ രീതി എന്ന് വെച്ചാൽ പുരുഷനും സ്ത്രീയും തമ്മിൽ ഉള്ള ഭിന്നതയെ കുറിച്ചുള്ളതും, മൂന്നാമത്തത് പഴയ നിയമം പുതിയ നിയമത്തിലും, പഴയ നിയമത്തിലെ സ്ത്രീകളും പുതിയ നിയമത്തിലെ സ്ത്രീകളും. പുതിയ നിയമത്തിലെ സ്ത്രീകളിൽ യേശുക്രിസ്തു ജനിച്ചപ്പോ ഉണ്ടായിരുന്ന ഒരു സ്ത്രീനെ എക്സാമ്പിൾ ആയിട്ട് എടുത്തു. യേശുക്രിസ്തു മെഷിഹ ആയിട്ട് വെളിപ്പെടുത്തിയ സ്ത്രീയെ കുറിച്ച്, പിന്നെ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന് ശേഷം ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെ കുറിച്ചും, അതിനുശേഷം അപ്പോസ്റ്റലിക് ഏജ്, അപ്പോസ്റ്റലന്മാർ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചിരുന്ന സമയത്തുള്ള സ്ത്രീകളെയും കുറിച്ച് എക്സാമ്പിൾ ആയിട്ട് എടുത്ത് താരതമ്യം ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തു. എനിക്ക് ദൈവം തന്ന കൃപ ഉപയോഗിച്ചുണ്ട്. സോ ഈ മെസ്സേജ് എല്ലാവർക്കും ഭയങ്കര സ്ട്രോങ് ആൻഡ് എംപവറിംഗ് ആയിട്ടുള്ള മെസ്സേജ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ.